ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുപാട് മനോഹര കഥകൾ സമ്മാനിച്ച ഒരു എഴുത്തുകാരനാണ് വസീം അക്രം. വസീം അക്രം എഴുതുന്ന പുതിയ കഥയാണ് സ്വയംവര പന്തൽ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വസീം അക്രം ഈ കഥ എഴുതിയിരിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ എഴുതിയ കഥകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. സ്വയംവര പന്തൽ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. താലി കഴുത്തിലേക്ക് വീഴുമ്പോൾ ആ കണ്ണ് വെറുപ്പോടും അറപ്പോടും പകയോടും കൂടി അവന്റെ ആ കറുത്തുരുണ്ട കൈയിലേക്കായിരുന്നു അവളുടെ നോട്ടം. കഴുത്തിൽ 3 കെട്ട് മുറുകുമ്പോൾ അറപ്പോടെ കൈകൾ സാരിയിൽ മുറുക്കി മുഖം ചെരിച്ചു നോക്കുമ്പോൾ കണ്ടു അമ്മ എന്ന ആ സ്ത്രീ സന്തോഷത്തോടു കൂടി കണ്ണു തുറക്കുന്നു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി രണ്ടുപേരും മാലണിഞ്ഞോളൂ. പൂജാരി രണ്ടുപേരോടായി പറഞ്ഞതും അവൻ എഴുന്നേറ്റ് മാലണിയാൻ തുടങ്ങിയതും ആ കൈകൾ തട്ടിത്തെറിപ്പിച്ചു അവൾ. നാടൻ കഴിഞ്ഞില്ലേ? നിങ്ങൾ ആഗ്രഹിച്ച് നടന്നില്ലേ? ഇനി എന്താ? നിർത്തിക്കോളാം, മതി. അവർക്ക് നേരെ ശബ്ദമുയർത്തി വിരലുകൾ ചൂണ്ടി അവൾ. അമ്മ, നിന്റെ കല്യാണം മുടങ്ങാതിരിക്കാനല്ലേ അമ്മ? ഓ, അതിനായിരിക്കും ഈ കരിങ്കാലിന്റെ തലയിൽ കെട്ടിവെച്ച്. അറപ്പ എനിക്കിവനെ, വെറുപ്പാ. അരികിൽ നിന്നവന് നേരെ വിരൽ ചൂണ്ടി അവൾ. മുഖമുയർത്തി ചെറുനോവുള്ള ചിരിയോടെ അവൻ നിന്നു. ഇവള് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ള മഹാലക്ഷ്മി? കുറച്ചു നേരം കൂടി നോക്കായിരുന്നു. എന്റെ മകൻ അവിനാശ് വരുമെന്ന് പോലീസ് അന്വേഷിക്കുന്നില്ലേ? അപ്പൊ നിനക്കിപ്പോ ഇത് നടത്തിയേ പറ്റൂ. സ്വന്തം മകളുടെ ജീവിതം നീ നശിപ്പിച്ചില്ലേ? അയാൾ ദേഷ്യത്തോടെ മഹാലക്ഷ്മിയെ നോക്കി. എന്റെ മകളുടെ ജീവിതമല്ലേ, ഞാനങ്ങ് സഹിച്ചു. അവരുടെ കണ്ണിലെ തീക്ഷ്ണത അയാളൊന്ന് ഭയപ്പെടുത്തി. അവൾ അനന്തുവിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ആ മണ്ഡപത്തിൽ നിന്നിറങ്ങി. അടുത്തിരുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു. ശേഷം അത് വലിച്ചെറിഞ്ഞ ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി പോകുന്നവളെ എല്ലാവരും മുറുമുറുപ്പോടെ നോക്കി നിന്നു. അല്ല, ആ പെങ്കുച്ചിനെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? മുല്ലപ്പൂവും കരിവണ്ടും പോലെയുണ്ട്. ആ ചെറുക്കന്റെ മുഖത്ത് ലൈറ്റ് അടിച്ച് നോക്കണം, പോന്ത് ശരിക്കൊന്ന് കാണണമെങ്കിൽ. എന്നാലും ചെക്കന് കോളടിച്ചു, ബമ്പറല്ലേ അടിച്ചിരിക്കുന്നത്. അതും പറഞ്ഞ് ചിരിച്ചു കുറച്ചു പേര്. നല്ലൊരു പയ്യനാവൻ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അമ്മച്ചി. അവിടെ ഇരുന്ന ചെറുപ്പക്കാരൻ അനിഷ്ടത്തോടെ പറഞ്ഞു. മഹാലക്ഷ്മി അനന്തുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ കൈവച്ച്. മോൻ അമ്മയോട് ക്ഷമിക്കണം, വേറൊരു വഴിയില്ലാഞ്ഞിട്ടാ. എന്റെ മകളുടെ ജീവിതം എന്നെ പോലെ ആവരുത്. നിന്റെ ജീവിതത്തിന് എന്തു പറ്റിയെന്നാ മഹാ നീ പറയുന്നത്? മഹാദേവൻ അവരുടെ തോളിൽ മുറുകെ പിടിച്ചു. നമുക്ക് പിന്നെ സംസാരിക്കാട്ടാ, ഞാൻ അവളെ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ പുറകെ വേഗത്തിൽ നടന്നു മഹാലക്ഷ്മി. കോളടിച്ചോളാതേക്കാ, എന്റെ മകൻ ഇരിക്കേണ്ടടുത്താ നീ കയറിയിരിക്കാൻ നോക്കുന്നത്. ഒന്നുമില്ലാത്തൊരു വെറും 4-ാം കിട പച്ചക്കറി കടക്കാരന് മംഗലം വീട്ടിലെ കോടികൾ വിലയുള്ള സന്ധ്യയിൽ തന്നെ കിട്ടി ഭാര്യയായിട്ട്. കൊള്ള, നിലവിളക്കിന്റെ അടുത്ത് കരിവിളക്ക് കൊണ്ടുവച്ച പോലെയുണ്ട്. അല്ല, ഇനി നീയാണോ എന്റെ മകന്റെ തിരോധാനത്തിന് പിന്നില്? അതും പറഞ്ഞ അയാൾ പുച്ഛം നിറഞ്ഞൊരു ചിരിയിരിച്ചു. അവനയാളെ നോക്കി. ആണെങ്കിൽ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക. അതും പറഞ്ഞ തിരിഞ്ഞടന്നു. എടാ കൊച്ചനെ, നീയും അവള് അധികം നാള് വാഴില്ല, നോയിക്കോ, അവള് തന്നെ നിന്നെ ആട്ടിയിറക്കും. അതും പറഞ്ഞുകൊണ്ട് അയാൾ കൈമുഷ്ടിയുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. മഹാലക്ഷ്മി, അമ്മുവിന്റെ അമ്മ, അവരുടെ ഏട്ടൻ മഹാദേവ പണിക്കരാണ് ഈ ഡയലോഗ് ഇപ്പോൾ പറഞ്ഞു. അയാളുടെ മകൻ അവിനാഷ് പണിക്കരുമായിട്ട് വിവാഹമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അവിനാഷിനെ പെട്ടെന്ന് കാണാതായി. അപ്പോൾ മഹാലക്ഷ്മി കണ്ടെത്തിയതാണ് അനന്തുവിനെ. അവന് ടൗണിൽ ചെറിയൊരു പലചരക്കിടയുണ്ട്. ശുദ്ധ നാട്ടുമ്പുറത്തുകാരൻ, കറുമ്പനാണ്. ഏകദേശം ഒറ്റ നോട്ടത്തിൽ ആളെ കണ്ടാൽ നമ്മുടെ വിജയ് സേതുപതി തന്നെ. ചുവന്ന ചെറിപ്പഴം പോലെയുള്ള ചുണ്ടും ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴിയും അവനെ സുന്ദരനാക്കുന്നു. അങ്ങനെ ആകെ മൊത്തൊരു തക്കുടുകുണ്ടു. അവനാണ് ഈ കഥയിലെ നായകൻ. പേര് അനന്തകൃഷ്ണൻ. ഇനി നമുക്ക് നായികയെ ഒന്ന് പരിചയപ്പെടാം. ഇവളാണ് അമ്മു എന്ന അമൃത. ബാംഗ്ലൂരാണ് പഠിച്ചത്. MCA കഴിഞ്ഞ് കാണാൻ നല്ല വെളുത്ത് തുടുത്ത്, ഏകദേശം പറഞ്ഞ നമ്മുടെ കീർത്തി സുരേഷിനെ പോലെ. പക്ഷെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതൽ തന്റെ ഇടക്കാരിയായ ഒരു പെണ്ണ്, അതാണ് അമ്മു എന്ന അമൃത. മഹാലക്ഷ്മി ചെല്ലുമ്പോൾ കാർ പാർക്കിങ്ങിൽ വരികിനെ പോലെ നടക്കുന്നുണ്ട്. മുടിയിൽ നിന്ന് മുല്ലപ്പൂ നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖം അവരെ ഭയപ്പെടുത്തി. അമ്മു, വാ, ഫോട്ടോ എടുക്കണ്ടേ? എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. അനന്തു, മിണ്ടരുത് നിങ്ങൾ, വെറുപ്പാ, അറപ്പ എനിക്ക് നിങ്ങളെ. എന്റെ ജീവിതം തകർത്ത് അവനെ പോലെ ഒരു കരുമാടിക്കൊണ്ടി കൂടി ജീവിക്കുന്നതിന് നല്ല ഞാനങ്ങ് ചാവുന്ന. അവിടെ നേരെ വിറച്ചുകൊണ്ട് ചെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു അമ്മയാണോ? അവന് എന്ത് യോഗ്യതയാ ഉള്ളത് എന്നെ പോലെ ഒരു പെണ്ണിനെ കെട്ടാൻ? പറയാൻ നിർത്തരി. നിന്നെ കെട്ടാൻ അവനെ പോലെ യോഗ്യത വേറെ ആർക്കും ഇല്ല, അത് നിനക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വട്ട ഒരു തലകറക്കോ അഭിനയം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കിടക്കുന്ന താലി അത് വലിച്ചെറിഞ്ഞാൽ അവന്റെ മുഖത്തേക്ക്. അവിനാശൊന്ന് വന്നോട്ടെ, എനിക്ക് അവനെ മതി, എനിക്ക് ഇവനെ വേണ്ട. പറഞ്ഞിർത്തിയതും കവളിൽ ശക്തമായ അടിവീണിരുന്നു. വേച്ചു പോയതും പെട്ടെന്ന് 2 കൈകൾ അവളെ താങ്ങി. ആ കൈയിൽ കണ്ണുടക്കിയതും അവനെയും തള്ളി അകന്നു മാറിയവൾ. നിന്നോട് ആരടാ എന്റെ ദേഹത്തോളം പറഞ്ഞേ? അമ്മു, നിർത്ത്. അവിനാശിനേക്കാൾ എന്തുകൊണ്ട് നല്ലവൻ അനന്തു. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി അമ്മ. അവൻ ശരിയല്ല മോളെ. ഒരു ഞെട്ടിലോടെ നോക്കി അമൃത അവർ രണ്ടുപേരെയും. എന്താ പറഞ്ഞേ? അപ്പൊ ഇതെല്ലാം കരുതി കൂട്ടി ചെയ്താണല്ലേ? എവിടെ എന്റെ അവിനാശ്? അവൾ മഹാലക്ഷ്മിയെ തോളിൽ പിടിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അമൃത, അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി.
ഒരു വെള്ളം കൊണ്ട് മാത്രം കൊടുത്ത് ക്ഷീണിച്ച് നിൽക്കുന്ന അവിനാഷ്. അവൾ പായുകയായിരുന്നു അവന്റെ അടുത്തേക്ക്. നീ എവിടെയായിരുന്നു അവിനാഷ്? അമ്മ വാ, നമുക്ക് കല്യാണം കഴിക്കാം. സമയം പോയിട്ടില്ലല്ലോ അല്ലേ? അവളുടെ കൈ പിടിച്ച് ഞാൻ കുതിറി മാറി. എന്റെ കല്യാണം കഴിഞ്ഞു അവിനാഷ്. എല്ലാവരും കൂടി എന്നെ ചതിച്ചു. ഈ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവരെന്റെ അച്ഛൻ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പൊ നിന്നെയും. കത്തുന്ന കണ്ണുകളാൽ രൂക്ഷമായി നോക്കി അവൾ രണ്ടുപേരെയും. ഈ സമയം മഹാദേവൻ അങ്ങോട്ട് വന്നിരുന്നു. നീ എവിടെയായിരുന്നു മോനെ? അച്ഛനെ പേടിപ്പിച്ചല്ലോ നീ. അവന് തോളിൽ വന്ന് പിടിച്ചു. ഈ പന്നൻ ഇവനെ എന്നെ പൂട്ടിയത്. അതും പറഞ്ഞ് അനന്തുവിനെ കോളിൽ പിടിച്ചു വിളിച്ചു അവിനാഷ്. വിടറാവനെ. അതെ, ചെയ്തു. ഞാൻ പറഞ്ഞിട്ടാ ചെയ്ത്. മഹാലക്ഷ്മി നിന്ന് കിതച്ചു. നീയോ? എന്തിന്? കൂടെ നിന്ന് ചതിക്കുന്നോടി. മഹാദേവൻ അവരുടെ ചുമലിൽ പിടിച്ച് കോപത്തോടെ ചോദിച്ചു. എന്തിനാണെന്ന് അറിയില്ല ഏട്ടന്. എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചു. അതുപോലെ എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. മഹാദേവന്റെ മുഖം വലിഞ്ഞു മുറുകി. അമ്മ തരാത്ത സ്നേഹം എനിക്ക് തന്ന അമ്മാവനും കുടുംബമാ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിക്കാത്ത ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ല. അമൃത, നീ വാ. ഇവൻ നിന്റെ കഴുത്തിൽ ഇത് കിട്ടിയെന്നല്ലേ ഉള്ളൂ. അതങ്ങ് പൊട്ടിച്ചു കളയും. പറഞ്ഞുകൊണ്ട് അവിടെ താലിൽ പിടുത്തമിട്ടിരുന്ന അവിനാഷ് പെട്ടെന്ന് മുഖമടിച്ച് നിലത്ത് വീണതും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം അവന്. തലയിലൊരു പെരുപ്പ്, ചെവിയിൽ മൂളക്കം. മുഖമുയർത്തി നോക്കി അവൻ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. കണ്ടു ഒരു മിന്നായം പോലെ മുണ്ട് മടക്കി കുത്തി ഷർട്ടിന്റെ കൈ മുകളിലേക്ക് മടക്കി വെക്കുന്നവനെ. ചുവന്നു കലങ്ങിയ കണ്ണും വലിഞ്ഞു മുറുകിയ മുഖവും അവന്റെ ദേഷ്യത്തെ എടുത്തു കാണിച്ചു. അത് ഈ അനന്തകൃഷ്ണൻ കിട്ടിയ താലിയാ. അപ്പൊ അത് അഴിച്ചെടുക്കാൻ അനന്തുവിന് അവകാശമുള്ളൂ. ഇനി ഇവളുടെ ശരീരത്തിൽ തൊട്ടാ മോനെ ഈ കൈ ഞാനിങ്ങെടുക്കും. വെറും വാക്ക് ഞാൻ പറയാറില്ല. പറയുന്നത് ചെയ്യും, ചെയ്യുന്നതേ പറയൂ. അങ്ങനെ ഒരു തകരാറുണ്ട് ഈ അനന്തുവിന്. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്ന ഒരു കൈ അമ്മയെയും മറുകൈ തന്റെ പാതിയെയും മുറുകെ പിടിച്ചു. അവന്റെ കൈ കുതിരിക്കാൻ ഒരു വിഫലമായ ശ്രമം നടത്തി അമ്മ. എന്നാൽ അവന്റെ ബലിഷ്ഠമായ കൈ വിടുവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവിനാഷ്, എന്നെ രക്ഷിക്ക്! അവൾ വിളിച്ചു പോയി. മുഖം തുടച്ച് എഴുന്നേറ്റു അവിനാഷ്. മുന്നോട്ട് കാല് വെച്ചതൊരു കൈ അവനെ തടഞ്ഞു. നീ എങ്ങോട്ടാ? അവന്റെ ഒരു അടിക്ക് നിലംപതിച്ചാ നീ. വെറുതെ അവന്റെ കൈ കൊണ്ട് ചാകാൻ നിൽക്കണ്ട. പന്തിപ്പ അവന്റെ കോട്ടിലാ. കളിക്കട്ടെ അവൻ. നോക്കാം നമുക്ക്. അവൾ നമ്മളിലേക്ക് തന്നെ വരും. എന്നിട്ടാവും ബാക്കി. ആ എരണം കെട്ടവള എല്ലാത്തിനും കാരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ. അവൾ എതിർക്കുന്നതിനനുസരിച്ച് അവളിലെ അവന്റെ കൈ മുറുകിക്കൊണ്ടിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് അവൾ അതിലേക്ക് കയറ്റാൻ തുടങ്ങി. ഞാൻ വരില്ല, തനിച്ചങ്ങ് പോയാൽ മതി. അമ്മയും കയറിയട്ടെ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഇല്ല അനന്ത്, ഞാൻ തിരിച്ചു പോവാ. കുറച്ച് കടമകൾ ബാക്കിയുണ്ട്, പറഞ്ഞു തീർക്കാം. അതും പറഞ്ഞ് സ്നേഹത്തോടെ അവളുടെ തലയിൽ കൈവച്ചു വീറോടെ തട്ടിമാറ്റി അവൾ. നെഞ്ചു നീറുന്ന നോവോടെ അവരൊന്ന് നോക്കി അവളെ. ഒഴുകി വന്ന കണ്ണീർ കൈകൊണ്ട് തുടച്ചു. അവൻ അവരുടെ കാലുകൾ തൊട്ട് തൊഴുതു. ശേഷം അവൾക്ക് നേരെ നോക്കി അനന്തു. അത് കണ്ട് ദേഷ്യത്തോടെ മുഖം വിട്ടിച്ചു അമൃത. കയറിടി കാറില്, സമയായി. ഞാൻ വരില്ല. പിന്നെ എന്റെ കഴുത്തിലൊരു താലി കെട്ടിയെന്നുള്ള ബലത്തിൽ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നീ അറിയും. അവന് നേരെ വിരൽ ചൂണ്ടിയത് ആ വിരലിൽ അവൻ കയറി പിടിച്ചു. മോളിപ്പോ കാറിക്കത്, വീട്ടിൽ ചെന്നിട്ട് വിശദമായിട്ട് പറഞ്ഞാൽ മതി ആരാണെന്ന്. അതും പറഞ്ഞ് അവളെ കാറിലേക്ക് തള്ളി ഡോറടച്ചു. അമ്മേ വാ, ഞാൻ ഇറക്കി തരാം അവിടെ. മോൻ എന്നോട് പൊറുക്കണം, എനിക്ക് വേറെ വഴിയില്ലായിട്ട്. ആ സമയം മോന്റെ മുഖേ അമ്മയുടെ മനസ്സിൽ വന്നുള്ളൂ. അതുകൊണ്ടാ പൊറുക്കണം. അവന്റെ കൈ പിടിച്ച് മുഖത്തോട് ചേർത്ത് അവരുടെ കണ്ണുനീരാൽ കുതിർന്ന അനന്തുവിന്റെ കൈ. ശപിക്കപ്പെട്ട അമ്മയാ ഞാൻ. ഒന്ന് ചേർത്ത് നിർത്തിയിട്ടില്ല. അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല. അവളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞുകൊണ്ട് സാരിത്തുമ്പോണ്ട് കണ്ണുകൾ തുടച്ചവർ മറ്റൊരു വണ്ടിയുടെ അടുത്തേക്ക് നടന്ന് അതിൽ കയറിയിരുന്നു. ഡോറ് പറഞ്ഞുകൊണ്ട് അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. പോരായിട്ട് ഗ്ലാസ്സിൽ പിടിച്ച് ഇടിക്കുന്നുമുണ്ട്. കല്യാണത്തിന് വന്നവർ ഇതെല്ലാം കണ്ടുകൊണ്ട് ഓരോന്നും തമ്മിൽ പറഞ്ഞ് ചിരിക്കുന്നു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഒന്നും പറയാതെ കാറ് മുന്നോട്ടെടുത്തു. എനിക്ക് നിന്റെ കൂടെ വരണ്ട, അറപ്പ എനിക്ക്. എന്ത് യോഗ്യത എന്നെ കെട്ടാൻ നിനക്കുള്ളു, ദരിദ്രവാസി തെണ്ടി. അവൾ അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ സ്റ്റിയറിംഗിൽ താളം പിടിച്ചുകൊണ്ടിരുന്നു. സ്റ്റീരിയോ ഓണാക്കി പാട്ടും വെച്ചു. എടാ നിർത്താൻ, നിന്നോട് ഞാൻ പറഞ്ഞ് നിർത്താൻ. പുറകിൽ നിന്ന് അവന്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്തു അവൾ. ഒരു വലിയ ശബ്ദത്തോടെ കാർ അവിടെ നിന്നു. സീറ്റ് ബെൽറ്റ് അഴിച്ച് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ബാക്ക് ഡോർ തുറന്ന് അവളുടെ അടുത്തേക്ക് കയറിയിരുന്നുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഇനി നീ വാ തുറന്ന കൊന്നുകളെന്നുള്ള ക്ലീഷേഡല്ലോ ഞാൻ പറയുന്നില്ല. പകരം നിന്റെ ഈ വെളുത്തു തുടുത്ത് നിൽക്കുന്ന ഈ മോന്തയുണ്ടല്ലോ, ഇത് ഞാൻ ദേ ആ ടാറും പുറത്തിട്ട് ഉറച്ചെടുക്കും. കേട്ടോടി, നീ എന്നെ വിളിച്ചില്ലേടി കരിങ്കാലിനെന്ന്? അതേടി നിന്റെ കാലനാ ഞാൻ. നിന്റെ അമ്മയിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത കാലൻ. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അഹങ്കാരി. അതും പറഞ്ഞ് അവളുടെ കവിളിൽ നിന്ന് കൈയെടുത്ത് ഡോറൊന്ന് പുറത്തിറങ്ങാൻ തുടങ്ങിയതും കാലുയർത്തി അവന്റെ പുറകിൽ ഒറ്റ ചവിട്ടായിരുന്നു അവൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ ചവിട്ടായതിനാൽ അവൻ റോഡിലേക്ക് വീണുപോയി. ദേഷ്യത്തോടെ തിരിഞ്ഞവളെ നോക്കി. എടി നിന്നെ, നീ പോണ തെണ്ടി. നീ കണ്ടിട്ടുള്ള അമ്പലവാസി അയ്യോഭാവം പെൺകുട്ടിയല്ല ഈ അമ്മു. ഇത് അമൃതയാ, അമൃത. കൂടെ ചേർത്ത് പറയാൻ തന്തയുടെ പേര് പോലും ഇല്ലാത്തവള്. എനിക്ക് പേടിയില്ലടാ ഇവളെ ഞാനിന്ന്.
ഇനി നീ വാ തുറന്ന ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് വലിച്ചൂരി നിന്റെ വായിൽ തിരിക്കും. അത് കേട്ടതും പിടിച്ചിരുത്തിയ പോലെ നിന്നു ശബ്ദം. ഈ വൃത്തിയേട്ടന്റെ വിയർപ്പ് പറ്റിയ മുണ്ട് വേണ്ട. ഇവനോട് ശരീരബലത്തിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. ഇവനുള്ള പണി വേറെയുണ്ട്. ഈ അമ്മുവിന്റെ അടുത്ത ഈ തെണ്ടിയുടെ കളി മനസ്സിലോർത്തുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. എന്താടേ എന്താ ആലോചിച്ചു കൂട്ടുന്നത്? ഇനിയെങ്ങാനും നിന്റെ ശബ്ദം വെളിയിൽ വന്നാ പറഞ്ഞുകൊണ്ട് അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും മിണ്ടാതെ മുന്നോട്ട് കുതിച്ചു. അവന്റെ മനസ്സിൽ ഇനി പറയാനായി ഒന്നുമില്ല. അത്രയും തെറി കൊണ്ട് അഭിഷേകം ചെയ്തു മനസ്സിലവൾ. കാറിൽ ചെന്ന് ഇന്നൊരു ചെറിയ ഓടിട്ട ഭംഗിയുള്ള വീടിന് മുമ്പിലായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് സെറ്റും മുണ്ടുകൊടുത്തൊരു അമ്മ ഇറങ്ങി വന്നു. അവരുടെ കയ്യിൽ നിലവിളക്കും പുറകിൽ ചിരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയും. അവർ ചെരിഞ്ഞുകൊണ്ട് കാറിനുള്ളിലേക്ക് നോക്കി. ഡോറ് തുറന്ന് അവരിറങ്ങി. ഇറങ്ങി വാ, വീടെത്തി. അവൾ സാരി പതിയെ പൊക്കിയിറങ്ങി നാലുപാട് നോക്കി. പെട്ടെന്ന് മൂക്ക് പൊത്തി. ഇതാണോ വീട്? ഇതൊക്കെ വീടെന്ന് പറയും? കഷ്ടം, പട്ടിക്കൂട് പോലെ ഉണ്ട് കണ്ടിട്ട്. ഏടത്തി കയറി വാ, അവന്റെ അനിയത്തി ദേവ് പറഞ്ഞു. യു സ്റ്റുപ്പിഡ്, ആരടി നിന്റെ ഏടത്തി? കോൾ മീ അമൃത, അവൾ വിരഞ്ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടന്റെ ഭാര്യ സാധാരണ അങ്ങനെയാണ് വിളിക്കാറ്. ഇവിടെ ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ? ദേവു മിണ്ടാണ്ടിരിക്കും, അമ്മ ജാനകി പറഞ്ഞു. മോള് വാ. ചിരിയോടെ അവൾക്ക് നേരെ വിളക്ക് നീട്ടി അമ്മ. പുച്ഛത്തോടെ അവന് നേരെ നോക്കിയിട്ട് അവൾക്ക് നേരെ നീട്ടിയ നിലവിളക്ക് ഒരു കൈ കൊണ്ട് തട്ടി മാറ്റി ചെരിപ്പിട്ട കാലോട് അകത്തേക്ക് കയറി. ഓനെ കണ്ണ ആ കൊച്ച്. ദയനീയതയോടെ അവന് നേരെ നോക്കിയ അമ്മ. അതിന് മറുപടി അവൻ കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു. മുറിയിൽ കയറി നാലുപാട് നോക്കി സോഫയിലേക്ക് ചാരിയിരുന്നവൾ കാൽമേൽ കാല് കയറ്റി വെച്ചു. വിളക്ക് പിടിച്ച സങ്കടത്തോടെ നിന്ന് അമ്മയിൽ നിന്ന് അത് വാങ്ങി അനന്തു. വിളക്കാരെങ്കിലും വാങ്ങിയാ പോലെ എന്റെ ജാനിക്കുട്ടി, ഇങ്ങനെ സങ്കടപ്പെടാൻ ഇങ്ങോട്ട് തന്നേ. നിറഞ്ഞു വന്ന കണ്ണുടച്ച് അടുക്കളയിലേക്ക് പോയി പാലും പഴവും എടുത്തുകൊണ്ട് വന്നു. കണ്ണ മോനിരിക്കും മോളുടെ കൂടെ. എന്റെ റൂം ഏതാ? എനിക്കിതൊക്കെ ഒന്ന് മാറ്റണം. ഇതൊരു ചൂടാ. ഒരു പുച്ഛത്തോടെ നാലുപാടും നോക്കിയവൾ. ഇവളാരി കൊച്ചി രാജാവിന്റെ കൊച്ചുമോളോ? ഇങ്ങനെ പൊന്തി പൊന്തി പോവാതെ തല മുകളിൽ തട്ടു. ദൈവം മനസ്സിലോർത്ത്. അമ്മ കാണിച്ചു തരാൻ കണ്ണന്റെ മുറി. അതിനുമുമ്പ് ചെറിയൊരു ചടങ്ങ്. മോള് വാതുറക്ക്, ഈ മധുരം വാങ്ങ്. അമ്മ ഒരു സ്പൂണിൽ പാൽ അവൾക്ക് നേരെ നീട്ടി. ചുണ്ടോടടുപ്പിച്ച ഒരു തട്ടായിരുന്നു. ഗ്ലാസ് ഇറക്ക ആ പാല് നിലത്തേക്ക് വീണു. ഏർത്തി എന്തീ കാണിച്ച്? ഏണ്ണൊന്നും മിണ്ടാത്ത്. ഒന്നും മിണ്ടാൽക്കുന്ന അനന്തന് നേരെ തിരിഞ്ഞ് ദേവു. നീ അമ്മയും കൊണ്ട് റൂമിൽ പോയിക്കോ, അവൻ അവൾക്ക് നേരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ പുറകെ വന്ന റൂം കാണിക്കാം. അതും പറഞ്ഞ് അവൻ നടന്നു. ചവിട്ടിത്തുള്ളി അവന് പിന്നാലെ അവളും. ഇതെന്തൊരു സാധനമാണ് അമ്മേ? അല്ല, ഈ ഏട്ടനെന്താ പറ്റിയത്? എന്റെ മെക്കിട്ടുകാരെ എന്തൊരു മിടുക്ക പെൺകോന്തൻ. അമ്മയുടെ മുഖം ഭയത്താൽ വിറച്ചു. എന്റെ മഹാദേവ, ഇനി എന്തൊക്കെ ഉണ്ടാവും എന്തോ. ആ കൊച്ചിനെ കാത്തോണേ. ഫ്രഷ് ആയിക്കോ, കാറിൽ നിന്ന് ബാഗ് കൊണ്ടുവരാം, അവൻ പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയവൻ. ഒന്നിന്നേ, ഈ ചെറിയ മുറിയാണ് എന്റെ മുറി. ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. ഹലോ, നിന്റെ മുറിയല്ല എന്റെ മുറി. ഇനി ഇതാണ് ഇന്നു മുതൽ നിന്റെയും മുറി. ഐ കാൺ ബിലീവ്. അമ്മ എന്ത് വിചാരിച്ചാണ് നിന്റെ കൂടെ എന്നെ? അത് നിന്നെ പോലെ ഒരു കറുമ്പന്റെ കൂടെ ഞാൻ. എന്തായാലും നിനക്ക് വേണ്ടി പൊട്ടിയടിക്കാനൊന്നും ഞാനില്ല. അതിനെനിക്ക് ഉദ്ദേശവുമില്ല. ഇപ്പൊ തമ്പുരാട്ടി പോയി കുളിക്ക്. അതും പറഞ്ഞുകൊണ്ട് കഥക് ചാരി പുറത്തേക്ക് ഇറങ്ങി. മേശമേലിരുന്ന ബുക്കും മറ്റും ദേഷ്യത്താൽ വലിച്ചെറിഞ്ഞു. എന്നിട്ടും ദേഷ്യം മാറാൻ നിലത്ത് ആഞ്ഞി ചവിട്ടി. നിന്നെപ്പോലെ ഒരു ദരിദ്രവാസിയുടെ കൂടെ ഈ അമൃത ഒരു മുറി താമസിക്കാനോ? നിന്നെ കാണുന്ന ചെറുപ്പം മുതൽക്ക് എനിക്ക് അർപ്പും വെറുപ്പോ. മനസ്സിലോർത്ത് കഴുത്തിൽ കിടക്കുന്ന താരയിൽ പുച്ഛത്തോടെ നോക്കി കുളി കഴിഞ്ഞിറങ്ങി. അവൻ കൊണ്ടുവച്ച തന്റെ ബാഗിൽ നിന്നൊരു ഷോർട്സും ടോം ആൻഡ് ജെറി പ്രിന്റുള്ള ബ്ലാക്ക് റൗണ്ടിനൊക്കെ ബനിയനും ധരിച്ച് ഫോണും എടുത്ത് കട്ടിലേക്ക് ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും അനന്ത് അവിടേക്ക് വന്ന് അവളെ നോക്കിയിട്ട് അലമാരിൽ നിന്നൊരു കാവിമുണ്ടും എടുത്ത് ബാത്റൂമിൽ കയറി. ഇടയ്ക്കിടം കണ്ടിട്ട് നോക്കി പുച്ഛത്തോടെ. അവിനാഷ്, ഇവിടെ നിന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. ഇവിടെ എനിക്ക് രക്ഷപ്പെടണം. നീ വരില്ല എന്നെ കൊണ്ടുപോവാൻ. അമ്മ നീ വിഷമിക്കാതിരിക്കുക, ഞാനുണ്ട് നിന്റെ കൂടെ. ഇളയമ്മക്ക് നീ രക്ഷപ്പെടുന്ന ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. അതും അവനെ പോലെ ഒരുവനെ കൂട്ടുപിടിച്ച്. നീ വെച്ചോ, വിഷമിക്കാണ്ടിരിക്കുക, ഞാൻ വിളിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചതും ഗൂഢമായ ചിരിയോടെ കാറിന്റെ പിൻസീറ്റിലേക്ക് നോക്കി. ഫോൺ വെച്ചതും ആനന്ദ് കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. തലതോർത്തിക്കൊണ്ട് തോർത്ത് തോളിൽ കൂടി ഇട്ടു. അവനെ കണ്ടത് അവൾ മുഖം തിരിച്ചു. വാ, എന്തെങ്കിലും കഴിക്കാം. ഇവിടെ എല്ലാവരും നേരത്തെ കഴിക്കും. എനിക്ക് വേണ്ട. ഇന്ന് കഴിച്ചില്ലെങ്കിൽ എന്നും ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു വറ്റും കിട്ടിയെന്ന് വരില്ല, അത് ഓർമ്മ വേണം. ആശം കുറച്ചുനാൾ സഹിച്ചേ പറ്റൂ. പറഞ്ഞുകൊണ്ട് നിലത്ത് കാല് ശക്തിയിൽ ചവിട്ടി അവൾ. ഇതെന്താ കഞ്ഞിയോ? ഞാൻ ചപ്പാത്തി കഴിക്കൂ, ഇതെനിക്ക് വേണ്ട. അതും പറഞ്ഞ് മുന്നിലിരിക്കുന്ന പ്ലേറ്റ് തട്ടി മാറ്റി. കുഴിയൻ പാത്രത്തിലേക്ക് കഞ്ഞിയും പയറും കടുമാങ്ങാച്ചാറും ഉപ്പിലിട്ട നെല്ലിക്കയും പപ്പടവും ഇട്ട് കൂട്ടിക്കുഴച്ച വായിലേക്ക് വെച്ചവൻ. അയ്യേ, ചാടി എഴുന്നേറ്റവൾ. മോളെ, ഇത് കഴിക്ക്, കണ്ണന് കഞ്ഞിയാ ഇഷ്ടം. അവരത് പറയുന്നത് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇവനൊരു കഞ്ഞിയാണല്ലോ. അവൾ മനസ്സിൽ പിറുവിറുത്തു. അമ്മ അവളുടെ അടുത്തേക്ക് പാത്രം നീക്കി വെച്ചു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൾ വീണ്ടും അത് തട്ടിത്തെറിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ തള്ളി നിങ്ങളോട്, എനിക്ക് വേണ്ടാന്ന്. അത് പറഞ്ഞിരുന്നു. അവന്റെ ബലിഷ്ഠമായ എച്ചിൽ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. നീ എന്നെ അടിച്ചു അല്ലേ? ഈ അമൃതയെ നീ അടിച്ചു, കാണിച്ചു തരാം ഞാൻ.
അവന്റെ ഒറ്റയടിക്ക് അവൾ പുറകോട്ട് പോയി. കവിളിൽ പൊത്തി, ചുണ്ട് മുറിഞ്ഞിരിക്കുന്നു. രക്തം തുടച്ചുകൊണ്ട് ഒരു ഭദ്രകാളിയെ പോലെ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അമ്മ. ഓനെ കണ്ണ, നീ എന്തീ കാണിച്ച്? അവന്റെ അരികിലേക്ക് ഓടി വന്ന അമ്മ. അവനൊന്ന് അമ്മയെ കണ്ണടച്ച് കാണിച്ചു. നീ ഇവിടെ നിന്ന് ഇത് വൃത്തിയാക്കിയിട്ട് പോയാ മതി. അവൾക്ക് മുന്നിലായി തടസ്സം പോലെ നിന്നു അനന്തു. എന്റെ പട്ടി വരും. ആഹാ, എന്നാ വിളിച്ചോണ്ട് വാടി നിന്റെ പട്ടിയെ. അതും പറഞ്ഞുകൊണ്ട് അടുത്തിരുന്ന ഡൈനിങ് ടേബിൾ കിടന്ന് ശക്തിയായിട്ട് അടിച്ചു അനന്തു. ആരടി വരുന്നത്? ഒരലർച്ചയായിരുന്നു അവൻ. അതിൽ ഞെട്ടിയുറച്ചു പോയി അവൾ. ഈ ആനന്ദ് എന്തും സഹിക്കും, പക്ഷെ ഇത് മാത്രമില്ല. കാരണം നിന്നെ പോലെ മണിമാളികയിൽ ജനിച്ചവനല്ല ഞാൻ. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി കൊതിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു നേരത്തെ ആഹാരം ഇതുപോലും കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ ഫലസ്തീനും സുഡാനും അവിടെയുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ നീ അറിയുന്നുണ്ടോ? എവിടുന്നല്ലേ? അത് നിന്നെ പോലെ ഫുഡ് ഫോണിൽ കുത്തി ഓർഡർ ചെയ്യുന്ന അവൾമാർക്ക് അറിയില്ല, മനസ്സിലാവില്ല. ഇനി ഇതുപോലെ ഞാനോ ആവർത്തിച്ചാ പൊന്നുമോൾ ഇതൊക്കെ വാരി ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ നോക്ക്. വീറോടെ നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും. എടാ കണ്ണ, മോൾക്കൊരു അബദ്ധം പറ്റിയതാ. ഇതൊന്നും ചെയ്തിട്ട് ശീലം കാണില്ല, അമ്മ ചെയ്തോളാം. അമ്മേ അത് വേണ്ട, ഇതാരിട്ടോ അവര് വരും. അമ്മ പോയി കഴിക്കും, എന്നിട്ട് ഗുളി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. അമ്മ നിലത്തി കിടക്കുന്ന കഞ്ഞിയിലേക്ക് നോക്കി. ദയനീയം, ഒരു രക്ഷയുമില്ലെന്ന് കണ്ടതും അവന്റെ മനസ്സിൽ ചീത്ത പറഞ്ഞിട്ട് അവൾ നിലത്തേക്ക് ഇരുന്നു. ശേഷം അത് വാരിയെടുക്കാൻ തുടങ്ങി. ഒരു ചിരിയോടെ അതും നോക്കി നിന്നു ദേവു. കൈമുഷ്ടി ഉരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചു, വേദനിക്കുവോളം. അറിയാതെയെങ്കിലും കണ്ണുകളിൽ നനവ് പടർന്നു. തോളിലൊരു കൈ പതിഞ്ഞതും നോവ് മറച്ചൊന്ന് ചിരിച്ചു. കണ്ണ, എന്റെ അടുത്ത് അഭിനയം വേണ്ട, ഇത്രക്ക് വേണ്ടായിരുന്നു. തല്ലണമെന്ന് വിചാരിച്ച് ചെയ്തല്ലോ അമ്മ, തല്ലിപ്പോയതാ. എത്രയെന്ന് വിചാരിച്ചാൽ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? പോട്ടേണ, സാരമില്ല. അത് ജീവിച്ച് വളർന്ന ചുറ്റുപാടിൻ്റെയാ. എൻ്റെ മോൻ ഇതുവരെ ഒരു പെൺകുട്ടികളെയും നോവിച്ചിട്ടില്ലെന്ന് ഈ അമ്മക്കറിയാം, പ്രത്യേകിച്ച് അവളെ. അതും പറഞ്ഞ് ഒരു ചിരിയോടെ അവനെ നോക്കിയ അമ്മ. ആ ചിരി അവനിലും വിടർന്നു. ഈ പോക്കാണെങ്കിൽ അവൾ ഇനിയും നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടും. തല്ലിയിട്ടല്ല നേർവഴിയിൽ കൊണ്ടുവരേണ്ടത്, സ്നേഹത്തോടെ വേണത് ചെയ്യാൻ. ആ, നല്ല കാര്യമായി. സ്നേഹിക്കാൻ പറ്റിയ സാധനം, മുരുക്കിന്റെ മരാപ്പുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനം. അപ്പൊ നിനക്ക് സ്നേഹമില്ല, കൊള്ളാം. എന്നോട് തന്നെ നീ ഇത് പറയണം. അതും പറഞ്ഞ് അവനെയും നോക്കി അവരോടൊന്നും പോയി. സോഫയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു അനന്തു. തനിക്ക് 8 വയസ്സും ദേവുവിന് 2 വയസ്സും ഉള്ളപ്പോഴാണ് അച്ഛനൊരു ആക്സിഡന്റിൽപ്പെട്ട് മരിക്കുന്നത്. അച്ഛനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന അമ്മയാകെ ഒറ്റപ്പെട്ടു. പോരാത്തതിന് അമ്മയുടെ ഹാർട്ടിന് അസുഖവും. വീട്ടുജോലി ചെയ്തിട്ടാണ് ഞങ്ങളെ അമ്മ വളർത്തിയത്. മംഗലം വീട്ടിലായിരുന്നു അമ്മയുടെ പണി. സ്കൂളിൽ വിടുമ്പോൾ ഞാനും പോകും. ലക്ഷ്മിയമ്മ നല്ല സഹായമായിരുന്നു. അന്നു മുതലേ തൻ്റെ കണ്ണുകളിൽ ഉടക്കിയിരുന്നു. നല്ല വെളുത്തു തൊടുത്ത് 4 വയസ്സുകാരി പഞ്ഞിക്കെട്ട് പോലെയുള്ള പൂച്ചക്കുട്ടിയെ, തൻ്റെ അമ്മൂട്ടി. നിറയെ മുത്തുമണികളുള്ള സ്വർണ്ണപാദസരമണിഞ്ഞ കാൽപാദം, മുടി 2 വശത്തേക്ക് കെട്ടിവെച്ച് കിളിയിലാ ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു പൂച്ചക്കുട്ടി. അവളുടെ ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന കവിളിൽ തൊട്ട് നോക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് തൊട്ടു. ഒരിക്കൽ കിട്ടിയ സമയം കൊണ്ട് ആ കവിളിൽ താനൊന്ന് ചുംബിച്ചു. അന്നതൊരു കുഞ്ഞിനോടുള്ള ഇഷ്ടമായിരുന്നു. അന്ന് അവിനാശിന്റെ ചവിട്ടുകൊണ്ട് താൻ തെറിച്ച് വീണപ്പോൾ ലക്ഷ്മി അമ്മ വന്ന് താങ്ങി പിടിച്ചു. എന്റെ അമ്മുക്കുട്ടിയാ നീ തൊട്ട അവൾ കറുത്തുപോകും. അതും പറഞ്ഞുകൊണ്ട് അവനവളെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അന്ന് ഒത്തിരി നൊന്തു. പതിയെ വളരും തോറും അവളോടുള്ള തന്റെ ഇഷ്ടവും വളർന്നു. അവളുടെ ഉള്ളിൽ തന്നോടുള്ള വെറുപ്പും പുച്ഛവും ഒളിച്ചും പാത്തും കണ്ണുനിറയെ കാണുമായിരുന്നു അവളെ. അവളോടുള്ള ഇഷ്ടം പറയാനാവാതെ വളരും തോറും അവളുടെ ദേഷ്യവും ധാർഷ്ട്യവും അഹങ്കാരവും വളർന്നു. പുറമേ താനും കാണിച്ചു ദേഷ്യം. കാണുമ്പോഴെല്ലാം പുച്ഛിച്ച് അവിനാശിന്റെ കൈ പിടിച്ച് പോകുന്നവളെ ഉള്ളു നീറുന്ന വേദനയോടെ നോക്കി നിന്നിട്ടുണ്ട്. പകല് മുഴുവൻ വെറുത്തും രാത്രിയിൽ സ്നേഹിച്ചും സ്വപ്നത്തിൽ നെഞ്ചോട് ചേർത്തും എന്തോ വെറുക്കാൻ പറ്റുന്നില്ല അനന്തുവിന് തന്റെ അമ്മൂട്ടിയെ. ആ കുഞ്ഞിക്കവളിൽ സ്നേഹത്തോടെ തലോടിയ താൻ ആദ്യമായിട്ട് തല്ലിയവളെ. അഹങ്കാരി, എങ്ങനെ തല്ലാതിരിക്കും? അവൻ മനസ്സിലോർത്തു. അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുമുണ്ടായിരുന്നു. അവൻ മുറിയിൽ ചെന്നപ്പോൾ കാല് നീട്ടിവെച്ച് കട്ടിൽ ചാരിയെന്ന് ഫോണിൽ കുത്തുന്നുണ്ടവൾ. ആ മുഖത്തേക്ക് നോക്കി നിന്ന് കുറച്ചു നേരം അവൻ തന്റെ മനസ്സിലൊതുക്കി വെച്ച തന്റെ പൂച്ചക്കുട്ടിയോട് തോന്നിയ ഇഷ്ടം വീണ്ടും തലപൊക്കി നോക്കുന്ന പോലെ ചെറുപുഞ്ചിരിയോട് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവൾ തലപൊക്കി നോക്കിയതും കണ്ണു വെട്ടിച്ച് കള്ളത്തരം ചെയ്ത കുട്ടിയെ പോലെ. എന്താണ് ഈ നോക്കുന്നത്? വൃത്തിയാക്കി നീ. അത് കേട്ടത് അവൾ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അതെ, നിന്നെ പേടിച്ചിട്ടൊന്നല്ല, നിന്റെ അമ്മ മംഗലത്യാണെന്ന് ഓർത്തിട്ട് മാത്രം. എന്നിട്ട് താലി കെട്ടുന്ന പേരിൽ എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ പറഞ്ഞുകൊണ്ട് അവന് നേരെ വിരൽ ചൂണ്ടി അവൾ. ഡീ, വിരലിൽ ചൂണ്ടി സംസാരിക്കുന്നോ? അതും പറഞ്ഞ് അവളുടെ വിരൽ തന്റെ കൈക്കുള്ളിലാക്കി അനന്തു. ആഹാ, നീ എന്റെ ഭാര്യയാണെങ്കിൽ നീ എന്റെ സ്വന്തമാ. അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത്ര തരം താഴ്ന്നവനല്ല. നിന്റെ ദേഹത്തിന്റെ ഒരു വിരൽ പോലും സ്പർശിക്കില്ല. ആർക്ക് വേണം? ഒരു ഐശ്വര്യറായി വന്നിരിക്കുന്നു. അതും പറഞ്ഞ് അവൻ ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നു.
ചെളുക്കേ, നീ എന്താണ് പറഞ്ഞേ? എത്ര ആമ്പിള്ളേരെ അറിയന്റെ പുറകെ നടന്ന്. ഹാൻസം ആയിട്ടുള്ള ചോക്ലേറ്റ് ബോയ്സ്. പിന്നെ എന്റെ അവിനാശ്, അവനോ കാണാൻ എന്ത് സുന്ദരനാ, പൃഥ്വിരാജിനെ പോലെ. പിന്നെ എന്നിട്ട് എന്താടി പ്രയോജനം? നിനക്ക് കിട്ടിയത് എന്നെ പോലൊരു കറുമ്പനെയല്ലേ. അതാണിടി വിധി. അത് കേട്ടതും ഭിത്തിയോട് മുഖാമുഖം കിടന്നിരുന്ന അവനെ ചവിട്ടാനായി അവൾ കാലുപൊക്കി. എന്നെ എങ്ങാനും ചവിട്ടിയാ നിന്നെ അതെ ഭിത്തിയിലേക്ക് അങ്ങ് ഒട്ടിക്കും, കേട്ടോടി വെള്ളപ്പാറ്റേ. അത് കേട്ടതും ചവിട്ടാനായി പൊക്കിയ കാല് പെട്ടെന്ന് താഴ്ത്തി അവൾ. കാലൻ, ഇവന് പുറകിലും കണ്ണുണ്ടോ? മാറിക്കിടന്നേക്കാം, തെണ്ടി പറഞ്ഞ പോലെ ചെയ്താലോ മനസ്സിലോർത്തു അവൾ. എനിക്ക് നിന്റെ കൂടെ കിടക്കണ്ട, എനിക്ക് അറപ്പാ. ചീഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കൈ കൊണ്ടെടുത്ത് പശുവിനെയും കുളിപ്പിച്ച്. അയ്യേ, എനിക്ക് അറപ്പാ, വാ. അതും പറഞ്ഞുകൊണ്ട് അവൾ മുഖം തിരിച്ചു. അല്ലെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞോ എന്റെ കൂടെ കിടക്കാൻ? പോയി നിലത്ത് കിടക്കേ. നിലത്തോ? ഞാനോ? ഞാൻ അതിന് ഞാൻ നിന്നെ പോലെ തറയല്ല, നീയല്ല തറ. നീ പോയി കിടന്നു. എന്നാ വേണ്ട, അവിടെ തന്നെ കിടന്നു. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് തലവഴി പുതപ്പ് വെച്ചവൻ. തെണ്ടി പട്ടി ചെറ്റ കാലമാടൻ, ഇത്രയങ്ങ് പറഞ്ഞു കൈപോക്കിയതും. അല്ലെങ്കിൽ വേണ്ട, ബോധമില്ലാത്തവനാ, ചിലപ്പോ എന്നെ എടുത്ത് ഭിത്തി തൂക്കും. പറഞ്ഞുകൊണ്ട് നിലത്ത് ആദ്യ ചവിട്ടി കട്ടിലിന്റെ ഇങ്ങേ ഭാഗത്ത് ചേർന്ന് കിടന്നവൾ. എല്ലാം കേട്ടുകൊണ്ട് പുതപ്പിനടിയിൽ ചിരിയടക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു അനന്തു. നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലോടി പിഴച്ചവളെ. പറഞ്ഞുകൊണ്ട് കൗളിലേറ്റ അടിയുടെ ആഘാതത്തിൽ വട്ടം കറങ്ങി വീണിരുന്നവർ അവിടുന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി അവരുടെ പുറത്ത് ആഞ്ഞ് ചവിട്ടിയയാൾ. വേണ്ട, ഒന്നും ചെയ്യല്ലേ, വേണ്ട. ഒരലർച്ചയോടെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു. ജോൺ ഫീയുടെ കൈ തോളിൽ പതിഞ്ഞതും അവനൊരു ചിരി കൊടുത്ത് തിരിഞ്ഞപ്പോൾ അനന്തു കണ്ടത് അവളെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനെയാണ്. മിഴികളിൽ പുച്ഛം നിറച്ച് നോക്കി അവിനാഷ് ഒരു കണ്ണിറുക്കി കാണിച്ച് അവളുടെ തോളിൽ തഴുകിക്കൊണ്ടിരുന്ന അവനിൽ നിന്ന് അകന്നു മാറി അനന്തുവിന്റെ അടുത്തേക്ക് വന്നു. അമ്മു, നീ എത്ര തരം താഴ്ന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ ഈ സ്ഥിതിയിലായിട്ട് പോലും എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക്. ഇത്രക്ക് നീചനായിരുന്നോ നീ? ചോദിച്ചുകൊണ്ട് അവന്റെ കോളിൽ പിടിച്ചു വലച്ചു. അമൃത എന്തറിഞ്ഞിട്ടാ നീ? നിനക്ക് വിഷമാതിരിക്കാനാ ഇവൻ എത്രമാത്രം ടെൻഷനായിന്ന് അറിയോ? നിന്നോട് ഞാൻ ചോദിച്ചു വന്ന്. ചതിയനാവൻ ചതിക്കുക. എന്റെ സ്വത്തിന് വേണ്ടി പാവം പിടിച്ച എന്റെ അമ്മയെ പറഞ്ഞ് വശത്താക്കി എന്റെ കഴുത്തിലൊരു കുരുക്കിട്ടു. എനിക്കിതിൽ നിന്ന് മോചനം ലഭിക്കണം. പറഞ്ഞുകൊണ്ട് അവൾ നിന്ന് വിറക്കാൻ തുടങ്ങി. അമ്മു, ഇതൊരു ഹോസ്പിറ്റലാണ്. അനന്ത് ചുറ്റും നോക്കി. വല്ലാതാവുന്നുണ്ടായിരുന്നു മുഖം. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ മറച്ചു പിടിച്ചു. ഇവളെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് നിന്ന് ന്യായം പറയുന്നോളാം നായേ. അത് പറഞ്ഞ് അവിനാഷിനെ തറപ്പിച്ച് നോക്കി അനന്തു. അത് കണ്ട് ഭയത്തോടെ മുഖം വെട്ടിച്ച അവിനാഷ്, നീ വാനന്തു, ഇവിടെ വെച്ചൊരു വാക്കിറക്കം വേണ്ട, ഇതൊരു ഹോസ്പിറ്റലാ. പറഞ്ഞുകൊണ്ട് അവനെയും ചേർത്ത് പിടിച്ച് ജോൺഫി ഒഴിഞ്ഞെടുക്കുന്ന കസേരയിൽ പോയിരുന്നു. അമ്മു അവിനാഷിനെയും മഹാദേവനെയും ഒപ്പം ജയിച്ച ഭാവത്തോടെ അവനെ നോക്കി. മഹാദേവൻ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു. തന്റെ പെണ്ണിന്റെ ചുമലിൽ അമരുന്ന അവിനാഷിന്റെ കൈയും ശരീരത്തിലൂടെ ഒഴുകുന്ന കണ്ണുകളും ഒന്നും തടുക്കാനാവാതെ നിസ്സഹായനായിരുന്നു അനന്തു. ഇന്നേക്ക് 4 ദിവസമായി മഹാലക്ഷ്മി ഹോസ്പിറ്റലായിട്ട്. അനന്തു എന്നും വീട്ടിൽ പോയി വരും. അമ്മ അവിടെ തന്നെ നിൽക്കും. അമ്മ, നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു അവൾ. കണ്ണു തുറന്ന് അവളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു നീർത്തിളക്കം. ആരെയോ തിരഞ്ഞു അവർ. അമ്മുവിന്റെ പുറകിൽ നിൽക്കുന്നവരെ കണ്ടതും അവർ പേടിച്ച് ദേഹം വിറകൊണ്ടു. അമ്മയുടെ കൈകളിരുന്ന് തന്റെ കൈ മുറുകുന്നത് അമൃത അറിഞ്ഞു. പെട്ടെന്ന് ആ കൈകളായിരുന്നു ആരെയോ കൈ പൊക്കി കണ്ണുകൾ കൊണ്ട് മാടി വിളിച്ചു. തിരിഞ്ഞു നോക്കി അമൃത കണ്ടു മഹാദേവനെയും അവിനാഷിനെയും കടന്ന് ഒരു ചിരിയോടെ വരുന്നവനെ. തന്റെ കൈവിട്ട ആ കറുത്ത കൈകളിൽ പിടിമുറുക്കിയ അമ്മ കണ്ണുകളിലൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അനന്തു ആ കൈയെടുത്ത് മുഖത്തോട് ചേർത്തു. അമ്മ വിതുമ്പുകയാണെന്ന് അതിശയത്തോടെ അവൾ അറിഞ്ഞു. ഒരുതരം ദേഷ്യവും വെറുപ്പും ഒരുപോലെ നിറഞ്ഞു അവളിൽ. തന്നിലും വലുത് അമ്മയ്ക്ക് ഇവനാണ്. അതറിഞ്ഞതൊരു സങ്കടത്തോടെ മുറിവിട്ടിറങ്ങിയവൾ പുറകിൽ തന്നെ അമ്മാവനും മകനും. നിറഞ്ഞു തുളുമ്പിയ അമ്മയുടെ മിഴികൾ തുടച്ചു. കൂട്ടിപ്പിടിച്ചിരുന്ന കൈ ചുണ്ടോടി ചേർത്ത് അവൻ. കണ്ടോ മോളെ, അവൾക്കല്ലെങ്കിലും പണ്ടേ ഇങ്ങനെയാ. വേണ്ടപ്പെട്ടവരെ ആവശ്യമില്ല. ആരെങ്കിലും ചിരിച്ചു മയക്കി കാണിച്ചാൽ അത് മതി, പിന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. നിന്നെ തന്താന്ന് പറയുന്ന ആ പന്നിയുടെ മോൻ ഇതുപോലെ വിശ്വസിപ്പിച്ചതാ എന്റെ പെങ്ങളെ. ഇപ്പൊ ആ സ്ഥാനത്ത് ഇവനാ, ഈ കഴിവേറിയുടെ മോൻ അനന്തു. ഒരു 2ാം കിട പച്ചക്കറിക്കാരൻ. ഇവനും ചതിക്കും മോളെ. എന്നിട്ട് ഒക്കെ തിരുത്താൻ ഒരു ട്രോഫി തന്നിട്ട് അവനും കൈമലർത്തും. എനിക്ക് അവനെ വേണ്ട. ഈ താലി ഒരു കുരുക്ക് പോലെയാ, എനിക്ക് അറപ്പാവനെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മഹാദേവന്റെ മാറിലേക്ക് ചാഞ്ഞിരുന്നു. അയാൾ അവിടെ മുടിയിലൂടെ തഴുകി ഒരു ഗൂഢമായ ചിരിയോടെ അവിനാഷിനെ നോക്കി. അവനിലും ഒരു ക്രൂരത നിറഞ്ഞിരുന്നു. ഇതൊന്നും അറിയാതെ അവളും. എനിക്കവനെ വേണ്ട അമ്മാവ, എന്നെ രക്ഷിക്കൂ. മോൾക്ക് ഞങ്ങളില്ലേ, എല്ലാം ശരിയാവും, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്. തനിക്കായി അവർ ചതിക്കുഴി ഒരുക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. സി മിസ്റ്റർ അനന്തകൃഷ്ണൻ, മഹാലക്ഷ്മിയുടെ കണ്ടീഷൻ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ആ വീഴ്ചയിൽ സംസാരിച്ച ശേഷം നഷ്ടപ്പെട്ടു. സാരമാക്കാനില്ല. തുടർന്നുള്ള ചികിത്സയിൽ ശരിയാക്കിയെടുക്കാം. മാനസികമായിട്ടും അവർ വളരെ വീക്കായിട്ടിരിക്കുക. സ്നേഹപൂർവമായ ഒരു പരിചരണമാണ് ഇതിനിപ്പോൾ ആവശ്യം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഡോക്ടർ വാസിം മുഹമ്മദ് പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാം മൂളി കേട്ടു അനന്തു.
2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടന്നു. ശേഷം മഹാലക്ഷ്മിയെ ഡിസ്ചാർജ് ചെയ്തു. അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. ലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ പ്രത്യേകം മുറിയൊരുക്കിയിരുന്നു അനന്തു. മനസ്സിൽ പലതും കണക്കൂട്ടി അമൃതയും. ലക്ഷ്മി അമ്മയ്ക്കുള്ള ഫുഡ് ഇങ്ങോട്ട് എടുത്തോ, ഞാൻ കൊടുക്കാം. നാളെ മുതൽ ഒരു സ്ത്രീ വരും നോക്കാൻ. അമ്മയ്ക്കും വയ്യാതിരിക്കുമല്ലേ? അവൻ തന്നെ അമ്മയോടായി പറഞ്ഞു. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം, അതിനുവേണ്ടി ആരും കഷ്ടപ്പെടേണ്ട. ഇതെല്ലാം നിന്റെ പ്രശ്നമാണ്, അതറിയാം എനിക്ക്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞ്? മഹാലക്ഷ്മി എൻ്റെ കൂട്ടുകാരിയാ, അപ്പൊ ഇവന്റെ അമ്മ, അപ്പോൾ ഇവന് നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. വേണ്ട, ഞങ്ങൾക്ക് ആരെയും സഹായം വേണ്ട, ദേഷ്യത്തോടെ പറഞ്ഞ് വീൽ ചെയർ മുന്നിൽ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വന്നു. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 ദോശയും ചമ്മന്തിയും എടുത്തു. ദോശയിൽ നിന്ന് ചെറിയ കഷ്ണം മുറിച്ച് ചമ്മന്തിയും കൂട്ടി മഹാലക്ഷ്മിയുടെ വായിൽ വെച്ച് കൊടുത്തു അമ്മ. സന്തോഷത്തോടെ അവർ വാ തുറന്നത് വാങ്ങി. ശേഷം അവൾ വെള്ളം കൊടുത്തു. മുഖം കഴുകി കൊടുത്ത് ഒരു ടവൽ വെച്ച് ഒപ്പിയെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അനന്തുവിന്റെയും ജാനകിയുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി വിരിഞ്ഞു. ജാനകി അമ്മയാണ് മഹാലക്ഷ്മിയുടെ കൂടെ ഒരു മുറിയിൽ കൂട്ടിക്കിടക്കുന്നത്. അവർ കിടക്കാമെന്ന് നിർബന്ധിച്ചിട്ടും മഹാലക്ഷ്മി സമ്മതിച്ചിരുന്നില്ല. സമയാസമയങ്ങളിൽ മെഡിസിൻ എടുത്തു കൊടുക്കുന്നതും അനന്തുവാണ്. അവന് തന്റെ അമ്മയോടുള്ള സ്നേഹവും പരിചരണവും കാണുമ്പോൾ അവനെക്കുറിച്ചുള്ള തന്റെ ധാരണകൾ തെറ്റാണോ എന്ന് പോലും തോന്നിപ്പോയിരുന്ന അവൾക്ക് ചില സമയങ്ങളിൽ. പക്ഷേ മനസ്സിൽ അടിയുറച്ച അവനോടുള്ള വെറുപ്പും ദേഷ്യവും കാരണം അതിൽ മാറ്റം വരുത്താൻ വാശി അനുവദിച്ചിരുന്നില്ല. രാത്രിയിൽ കിടക്കാനായി അമ്മ വരുമ്പോൾ മേശമേൽ ബുക്കും ബില്ലുകളുമായി ഒരു കസേരയിലിരിക്കുകയാണ് അനന്തു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചു. അത് അമ്മ നിന്റെ പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ആണെങ്കിൽ അതെല്ലാം മാറ്റി തിരിച്ച് എൻ്റെ പേരിൽ എഴുതണം. എനിക്കതിൻ്റെ പേപ്പർ കാണുകയും വേണം. പേനയുടെ അടപ്പടച്ച് വെച്ച് കസേര കുറച്ച് പുറകിലേക്ക് നീക്കി അതിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നിരുന്നവൻ ഒരു തരി പോലും പതർച്ചയില്ലാതെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവളോട് ചെറുതായി ഇഷ്ടം തോന്നിപ്പോയി അവന്. ഇത് നിന്റെ വാക്കുകളല്ല അമൃത, ഈ ശബ്ദം മാത്രമേ നിന്റേതായിട്ടുള്ളൂ. അറിയാം, എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്ന്. എനിക്ക് നിന്റെ സ്വത്തുക്കളൊന്നും വേണ്ട, അതെല്ലാം നിന്റെ പേര് തന്നെയാണ്. അതിന്റെ പേപ്പർ എൻ്റെ കൈകളിൽ ഭദ്രമാണ്. നീ ഇപ്പൊ കിടന്നുറങ്ങും. അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും കസേരയിലിരുന്ന് കണക്കുകൾ നോക്കി. നിനക്ക് വേണ്ടി പിന്നെ എന്തിനാണോ അത് കയ്യിൽ വെച്ചിരിക്കുന്നത്? അതെനിക്ക് വേണം. എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ സ്വത്തിന് വേണ്ടിയാണ് നീ എന്നെ കെട്ടിയെന്ന്. നിന്റെ മനസ്സിൽ വേറെ ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊന്നുമോനാൻ കളഞ്ഞേക്ക്. ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല, അറിയാലോ നിനക്ക്. അവളുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവന്റെ ഹൃദയം വേദനിച്ചു. നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ സ്വത്തുക്കളാണോ വലുത് അമൃത? ആ പാവിന് അധിക നാളില്ലടോ. ഇനിയുള്ള ഈ കുറച്ച് നാളുകളെങ്കിലും ആ പാവൊന്ന് സന്തോഷിച്ചോട്ടെ. പറഞ്ഞത് അവന്റെ ശബ്ദം ഇടറി. കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടിൽ അവന്റെ കോളിൽ പിടിച്ച് വലിച്ചവൾ. എന്താണ് നീ പറഞ്ഞു ചോദിച്ചുകൊണ്ട് അവന്റെ കവിളിൽ അവളുടെ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഒരു ഞെട്ടലോട് അനന്ത് അമൃതയെ നോക്കി. എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? പറയാൻ. അമൃത, ബ്ലഡ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ്. അന്നൊരു ദിവസം വീഴ്ച പറ്റിയില്ലേ, അന്നാണ് അറിയുന്നത്. ചികിത്സിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇനിയെങ്കിലും ആ പാവത്തിന് കുറച്ച് സന്തോഷം കൊടുക്കുക. നമുക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷത്തിലാണെന്ന് അറിഞ്ഞാൽ മതി. അമ്മയ്ക്ക് എന്നിൽ നിന്നൊരു മോചനം, അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? അത് ഞാൻ നിനക്ക് നൽകും. ആ അമ്മക്കുറിച്ചൊരു വാക്കുണ്ടോ? നിന്നെ സുരക്ഷിതമായുള്ള കൈകളിൽ എത്തിക്കും ഈ അനന്തു. പിന്നെ ഈ താലി ആവശ്യമായിരുന്നു, മതി ഇനി ഈ താലി. പറയുമ്പോൾ അവന്റെ ശബ്ദമിടറിയിരുന്നു. കേട്ടത് അത്രയും വിശ്വസിക്കാനാവാതെ ഒരു ഞെട്ടിലോടെ നിന്നു അവൾ. നോണ പറയുന്നല്ലേ നീ? എന്റെ സിമ്പതി കിട്ടാൻ, എന്റെ മനസ്സ് മാറാൻ അല്ലേ? പറയുകയും പുച്ഛത്തോടെ ചിരിക്കുകയും ചെയ്തവൾ. കബോർഡ് തുറന്നൊരു ഫയൽ എടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ചു അവൻ. അത് തുറന്നു വായിച്ചു നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞെല്ലാം മറിഞ്ഞിരുന്നു. ഒന്ന് ആർത്ത് കരഞ്ഞ് നിലത്തേക്കിരുന്നു അമൃത. തോളിൽ പതിഞ്ഞ തണുപ്പാർന്ന കൈകളിലേക്കും സങ്കടങ്ങളെ ഒഴുക്കി വിട്ടു അവൾ. നിലത്ത് മുട്ടുകുത്തിയിരുന്നു അനന്തു. അവൻ ആ തോളിൽ പതിയെ തൊട്ടപ്പോൾ ആ നെഞ്ചിൽ വീണ് കരഞ്ഞു അമ്മ. അത് കണ്ടതും മുടിയിൽ തഴുകി ആശ്വസിപ്പിച്ചു അവൻ. അമ്മയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. എനിക്കറിയില്ലായിരുന്നു ഒന്നും. എനിക്കിഷ്ടം അമ്മേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ മടിയിലൊന്ന് കിടക്ക്, ഒരു തലോടലിനായി വല്ലാതെ കൊതിച്ചിട്ടുണ്ട്. അറിയില്ല, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഈ കല്യാണം പോലും എന്റെ ഇഷ്ടമില്ലാതെ ഞാൻ. പറഞ്ഞതും അവളുടെ വാക്കുകൾ മുറിഞ്ഞു. അവന്റെ ഷർട്ടിനെ ആ കണ്ണുനീർ നനയിച്ചു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പുലമ്പിക്കൊണ്ടിരുന്നവൾ പുറമേ കാണുന്ന അമൃതയല്ല യഥാർത്ഥ അമൃത എന്ന് അനന്തു അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. അവളുടെ ശ്വാസം പോലും അവന്റെ മാറിന് ചൂട് പകർന്നു. അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവൾ എന്തോ ഓർമ്മ വന്ന പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. സോറി, ഞാൻ അറിയാതെ. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോയി അമ്മയുടെ മുറിയിൽ എത്തി നോക്കി. കിടക്കുന്ന അമ്മയുടെ കാൽപാദം മുഖത്തോട് ചേർത്ത് ചുംബിച്ചു. കുറ്റബോധത്താൽ നീറിയ അവളുടെ മനം. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയെ സന്തോഷിപ്പിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അമൃത. അനന്തേട്ടാ ചായ പറയുന്നവൾ അതിശയത്തോടെ നോക്കിക്കാണുകയായിരുന്നു 2 അമ്മമാരും ദേവും. മഹാലക്ഷ്മിയെ വീൽ ചെയറിലിരുത്തി പത്രം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അനന്തു. ഒരു ഞെട്ടലോടെ നോക്കിയവൻ. കുളിച്ച് മുടി ഈറനോടെ കെട്ടി നെറുകിൽ സിന്ദൂരം തൊട്ട് ചെറുചിരിയോടെ ചായുമായി നിൽക്കുന്നവളെ കണ്ട് കണ്ണ് തള്ളിപ്പോയി അവന്. വാടിച്ചു കനം ചേട്ടാ, അല്ലെങ്കിൽ വല്ല ഈസിയും കയറും.
അതും പറഞ്ഞ് അവനോട് ചേർന്നിരുന്നു അവൾ. ഇന്ന് എന്റെ പാചകമാണ് ഉച്ചക്ക്, കഴിക്കാൻ പറ്റില്ലേ? ഞാൻ കാത്തിരിക്കൂട്ടോ. തോളിലൊന്ന് തട്ടി മുഖത്ത് നാണം വരുത്തിയാണ് അവളത് പറയുന്നത്. ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച അവന്റെ കൈകളിൽ പിടിച്ച് മഹാലക്ഷ്മി കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. അവൾ നീട്ടിയ കൈകളിലേക്ക് അവന്റെ കൈ ചേർത്തു. അവർ ആശ്വാസത്തിന്റെ ഒരു ചിരി വിടർന്നു ആ അമ്മയിൽ. അവരുടെ കവിളിൽ ഒരു ചുംബനം നൽകി അവൻ. അവളുടെ മാറ്റങ്ങൾ കണ്ട് ആ അമ്മ മനസ്സ് നിറഞ്ഞു. അനന്തേട്ടാ ഇങ്ങ് വാ, ഒരു കാര്യം പറയട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവന്റെ കൈ കോർത്ത് പിടിച്ച് അവിടെ നിന്നും പോയി അവരുടെ മുറിയിൽ കയറിയ ശേഷം വാതിലടച്ചു. ഇതെല്ലാം കണ്ട ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് അവൻ. എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ്? സൂപ്പർ അല്ലേ? എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം, അതിൽ കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എൻ്റെ മനസ്സ് മാറില്ല. അന്നും ഇന്നും എങ്ങനെയാണോ അങ്ങനെ തന്നെ അറപ്പാണ് എനിക്ക് നിന്നെ, അത് ഓർമ്മ വേണം. അതും പറഞ്ഞ് മുഖം വെട്ടിച്ചു പോകുന്നവളെ ഒരു നോവോടെ നോക്കിയവൻ. ദിവസങ്ങൾ ഓരോന്നും പോയി മറഞ്ഞു. അമൃതയുടെ അഭിനയം തകർക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ സന്തോഷമായിരുന്നു. അനന്ത ഒരു നോവോടെയാണെങ്കിലും എല്ലാം ആസ്വദിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കിയായിരുന്നു അവളുടെ മനസ്സിൽ താനില്ല എന്നുള്ള സത്യം. മഹാലക്ഷ്മി അമ്മ സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ക്യാൻസർ എന്ന രോഗം ആ അമ്മയെ ഒരുപാട് തളർത്തിയിരുന്നു. അലമാരയിൽ പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഒരു ബുക്ക് എടുത്തു. താൻ വായിച്ചിട്ടുള്ള ഒരേ ഒരു ബുക്ക്, മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം. അതിന്റെ ഓരോ താളും മറിച്ച് ഒരു ചെറിയ കുട്ടിയെ പോലെ അതിന്റെ ഓരോ താളിലും തലോടി. പഴയൊരു ഫോട്ടോ എടുത്ത് ചുണ്ടോട് ചേർത്തും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ പുറകിലേക്ക് മറച്ചു പിടിച്ചു. അവന് നോക്കാതെ ബെഡിലേക്ക് കയറിയിരുന്നു. അമൃത ഫോണിലേക്ക് നോക്കി. ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ടിരുന്നിടത്ത് തന്നെ വെച്ച് ആ ബുക്ക്. അവനൊരു നേർത്ത പുഞ്ചിരിയാൽ അവളെ നോക്കി പുറത്തേക്ക് പോയി. അമ്മ, എനിക്ക് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണം. ഒരു ഇന്റർവ്യൂ ഉണ്ട്. എനിക്ക് ഇവന്റെ കൂടെ താല്പര്യമില്ല. ഒരു പച്ചക്കറിക്കാരന്റെ ഭാര്യയായിട്ട് നാണക്കേടാ എനിക്ക്. ആ അമ്മ പറ്റില്ലെന്ന് തലനക്കിക്കൊണ്ടിരുന്നു. അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ടില്ലേ? പിന്നെ എന്താ, എനിക്ക് പോണം. ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുക. മോളെ, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, ഇങ്ങനെയൊക്കെ പറയണം. ജാനിയമ്മ അവളോടായി പറഞ്ഞു. ഇത് എൻ്റെ അമ്മയാ, എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറയും. എന്നെ ഭരിക്കാൻ വരണ്ട, അതൊക്കെ അവിടെ അവനോട് മതി കേട്ടോ. അതും പറഞ്ഞ് ബാഗ് തോളിലിട്ട് അവിടുന്ന് ഇറങ്ങി അമൃത. ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അവിനാശിന്റെ കൂടെ കാറിൽ പോകുന്ന അമൃതയെ അനന്തു കാണുന്നത്. ആ കാഴ്ച ഉള്ളിൽ ഭയം നിറച്ചു. വൈകിട്ട് മുറിയിലേക്ക് വരുമ്പോൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട് അവൾ. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ ബലമായി പിടിച്ചു വാങ്ങി അനന്തു. നീ എന്താണ് ഈ കാണിച്ച്? പറയുകയും ദേഷ്യം കൊണ്ട് ചാടി എഴുന്നേറ്റിരുന്നു അമ്മു. നീ എന്തിനാടി ഇന്ന് അവന്റെ കൂടെ കാറിൽ? ഓ, ഭർത്താവിന്റെ അധികാരം കാണിക്കാൻ വന്നാണോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും, ചിലപ്പോൾ അവരുടെ കൂടെ കിടക്കുകയും ചെയ്യും. ആ ചോദിക്കാൻ നീ ആരാടാ? അമൃത, നിനക്കെന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സത്യം മറച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ആരാണ് ഞാൻ എന്നുള്ള സത്യം. ഓ, അതാണപ്പോ കാര്യം. നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് പ്രാവശ്യം. പിന്നെ ഇതിന്റെ പേരിലാണ് ഭർത്താവിന്റെ അവകാശം കാണിക്കുന്നെങ്കിൽ അത് ഇവിടെ വേണ്ട, അമ്മയുടെ മുന്നിൽ മാത്രം മതി. ഞാൻ അവകാശം കാണിച്ചൊന്നല്ല, പക്ഷേ അവൻ ആ അവിനാശ് അത്ര നല്ലവനല്ല. ഒന്നും മനസ്സിലാവാ നീ. അപ്പൊ നീ അവനെ കാണരുത്. അവൻ ശരിയല്ല. നിന്റെ അമ്മാവനും അവർക്ക് മാർക്കിടാൻ നീ ആരടാ? അമ്മു തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അവര് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അവര് പാവാ, നിന്നെ പോലെ സ്വാർത്ഥരല്ല. പിന്നെ എന്നെ നല്ലതിനെ അവർ ചിന്തിക്കൂ. അമൃത, നിന്റെ അമ്മയെ അപകടത്തിൽപ്പെടുത്തിയ അവരാണ്. അവനവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ അമ്മ പറഞ്ഞു നിന്നോട്? ഇല്ലല്ലോ. എന്നെ ഒന്നും മനസ്സിലാക്കാം അമൃത. എനിക്കറിയാം പല കാര്യങ്ങളും, നിന്റെ അച്ഛനെ കുറിച്ച് വരെ. അത് കേൾക്കാൻ അവനിൽ നിന്ന് അകന്നു. അച്ഛൻ? എന്റെ അച്ഛൻ? എന്താ? അതെ അമൃത, അമ്മയുടെ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛനൊരു നോക്ക് കാണണമെന്ന്, നിന്നെ ആ കൈകളെ ഏൽപ്പിക്കണം എന്നുള്ളത്. അത് നടക്കാതെ വന്നപ്പോഴാണ് നീ എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്ന ആ പാവത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് നിന്നെ. പറഞ്ഞതും വാക്കുകൾ മുറിഞ്ഞിരുന്നു. എനിക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. നിന്റെ അച്ഛൻ എബ്രഹാം ജോൺ ഡൽഹിയിലുണ്ട്. ഞാൻ നാളെ അങ്ങോട്ട് പോവാ. അദ്ദേഹത്തിന് കൊണ്ട് ഞാൻ വരും. അതുവരെയെങ്കിലും അവരെ കാണാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണ്ട. നിന്നെക്കാൾ വിശ്വാസം എനിക്ക് അവരെയാ. അതും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾ. ഇതെല്ലാം അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ അവനും. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ പോവാനിറങ്ങിയിരുന്നു. ഫ്ലൈറ്റിലാണ് യാത്ര. ജോൺ ഫീമുണ്ട് കൂടെ. കേരളം വിട്ടൊരു യാത്ര അതാദ്യമായിട്ടാണ് അനന്തു. ഭാഷയോ അറിയില്ല. അതുകൊണ്ടാണ് ജോൺ ഫിയെ കൂടെ കൂട്ടിയത്. മഹാലക്ഷ്മിയുടെ അടുത്തായി മുട്ടൂത്തിയിരുന്നവൻ കൈകൾ കൂട്ടിപ്പിടിച്ചു. അമ്മേ, ഞാൻ ഉറപ്പിരുന്നു ഈ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും അമ്മൂട്ടിയുടെ അച്ഛനെ. അമ്മയുടെ അനന്തുവാണ് പറയുന്നത്. നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ തുടച്ചു അവൻ. കുഞ്ഞാവനെ നെറ്റിയിൽ ഉമ്മവെച്ച് ഒരമ്മയുടെ സ്നേഹചുംബനം. പോവാൻ നേരവും തിരിഞ്ഞു നോക്കി അവൻ. വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്നവളിലേക്ക് മിഴികൾ പായിച്ചു. ഒരു പുഞ്ചിരി അവൾക്കായി നൽകി കാറിൽ കയറി. അവന്റെ മിഴികളിലേക്ക് നോക്കുമ്പോൾ തന്റെ വാശിയും ദേഷ്യവുമെല്ലാം തന്നിൽ നിന്നും അകലുന്നുവോ എന്ന് ഭയപ്പെടുന്നു അവൾ. അവന്റെ കണ്ണുകളിലെ പ്രണയം പറയാതെ അറിയുന്നുണ്ടായിരുന്നു അമൃത. തോറ്റുകൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിന്. ആ കാർ അകലുമ്പോൾ ഒരു ഭയം വന്ന് മൂടുന്നറിഞ്ഞു അവൾ. ഒരു സ്നേഹവും കരുതലും തന്നെ വിട്ടകലുന്നതറിയാതെ അറിഞ്ഞു അമൃത. എന്നാടാ മുഖം വല്ലാണ്ടിരിക്കുന്നു? എന്നതാ പറയ്. ജോൺ ഫി അവനെ തോൾ പിടിച്ച് ചോദിച്ചു. എടാ അമ്മു, അവൾക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റില്ലടാ. അല്ലെങ്കിലും നേരല്ലേടാ, അവളോട് ചെയ്യുന്ന തെറ്റല്ലേ. അവളുടെ ഇഷ്ടമില്ലാത്ത ആരെയിട്ട് സ്നേഹിക്കാനും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ.
പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു അനന്തു. എല്ലാം കർത്താവ് കാണുന്നുണ്ടാ, വൈകാതെ അവൾ സത്യമുള്ള അറിയും. ഈ കാത്തിരുന്ന് കിട്ടുന്നതിന് മധുരം കൂടടാ, നീ നോയിക്കോ, നിന്റെ സ്നേഹം അവൾ തിരിച്ചറിയും. പറഞ്ഞവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് ജോൺഫി. അനന്ത് പോയിട്ട് ഇന്നേക്ക് 2 ദിവസം ആകുന്നു. ഇടയ്ക്ക് ജാനിയമ്മയെ വിളിക്കും, ദേവിനോട് സംസാരിക്കും. എന്തിനാണെന്നറിയില്ല, അവളും പോയി നിൽക്കും അടുത്ത്. വെറുപ്പാണ് തനിക്ക് അവനോട്. പിന്നെ എന്തിനാണ് ആ വിളി ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. അമ്മയുടെ ചെവിയിലും വെച്ചുകൊടുക്കും ദേവ് ഫോണ്. മറുതർക്കൽ നിന്നും കേൾക്കുന്ന അവന്റെ ശബ്ദത്തിനനുസരിച്ച് അവൻ പറയുന്നത് കേട്ട് ചിരിക്കും, ചുണ്ടുകൂർപ്പിക്കും. തന്നോട് പോലും ഇല്ലാത്ത അമ്മയുടെ ഈ സ്നേഹം കാണുമ്പോൾ അത്ഭുതവും കുറച്ച് കുശുമ്പും തോന്നാറുണ്ട് അവൾക്ക്. അവൻ പോയതിന് എനിക്കെന്തിനാ ഇത്ര പ്രശ്നം? ഞാനെന്തിനാ അവനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇനി സത്യമായിട്ട് അവൻ അച്ഛനെ കൊണ്ടുവരുമോ? അവൻ പറയുന്നൊക്കെ സത്യമാവോ? അവനക്ഷെ തങ്ങളെ ചതിക്കുകയാണോ? അവളുടെ മനസ്സിൽ കിടന്ന് അങ്ങനെ പല പല ചോദ്യങ്ങൾ അലമുറിയിട്ടുകൊണ്ടിരുന്നു. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ. അമ്മ, അവൻ അനന്ത് പറയുന്നൊക്കെ സത്യമാണോ? അമ്മ, അവനെ അവിനാവശ്യം ചതിക്കുകയാണോ നമ്മള്? അവിടെ ആ ഒരു ചോദ്യത്തിന് 1000 ഉത്തരങ്ങൾ പറയാൻ അമ്മ മനസ്സ് വെമ്പൽ കൊണ്ടു. അടഞ്ഞുപോയ ശബ്ദം പുറത്തേക്ക് വരുത്താൻ പാടുപെട്ടു. കണ്ണ് പുറത്തേക്ക് മിഴിഞ്ഞു വന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അമൃതയുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ശരീരത്തിന്റെ തുളഞ്ഞു കയറുന്ന വേദനയിലും അവളോട് എല്ലാം പറയാൻ ആ അമ്മ മനസ്സ് വെമ്പൽ കൊണ്ടു. എന്തു പറ്റിയമ്മ? ടെൻഷനാവാതെ അവരോട് തന്നെ ചോദിക്കാൻ ഞാൻ. അവൻ പറഞ്ഞൊക്കെ സത്യാണി കാണിച്ചു കൊടുക്കും ഞാൻ അവർക്ക് അമൃത ആരാണെന്ന്. പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന അവളെ പേടി നിറഞ്ഞ മനസ്സോടെ നിസ്സഹായതയോടെ നോക്കിയിരുന്നു മഹാലക്ഷ്മി. ഒന്ന് തടയാൻ പോലും ആവാതെ. എടാ, എന്നാലും അങ്ങനെ വരാന്ന് പറഞ്ഞല്ലോ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഉണ്ടാവും ഒരു പ്രണയം? ഇത്രയും വർഷം വിവാഹം പോലും കഴിക്കാതെ 2 പേര് 2 സ്ഥലങ്ങളിൽ ഒരാളെ മാത്രം മനസ്സിൽ വിചാരിച്ചു. വല്ലാത്തൊരു പ്രണയം തന്നെ. നിന്നെ കൊണ്ട് പറ്റൂടാ അനന്തു? ആ ഹോട്ടൽ മുറിയിലെ ബാൽക്കണിയിൽ ഡൽഹിയുടെ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ് അനന്തു. ജോൺഫിയുടെ ചോദ്യത്തിന് ഒരു നേർത്ത പുഞ്ചിരി മാത്രമായിരുന്നു ഉത്തരം. പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തതും എടുത്ത് ചെവിയോട് ചേർത്തു അവൻ. മറുവശത്തു നിന്നും ദേവുവിന്റെ കരച്ചിൽ ചീളുകളാൽ കൂടിയ വാക്കുകൾ അവന്റെ ചെവിയെ കൊട്ടിയടച്ചു. ഇടറുന്ന കാലുകളാൽ മുറിയിലേക്ക് നടന്ന് TV ഓൺ ചെയ്തു. മലയാളം ന്യൂസ് ചാനൽ വെച്ച് അതിൽ ചുവന്ന ബോക്സിൽ വെളുത്ത അക്ഷരങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ആ അക്ഷരങ്ങളിലേക്ക് ഉയർന്നു വന്ന നെഞ്ചിടിപ്പോടെ നോക്കിയതും തകർന്നു പോയിരുന്നു. കോട്ടയത്ത് കൊലപാതകം. തന്നെ പീഡിപ്പിച്ച ആളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കുത്തിക്കുന്ന യുവതി. പ്രതി അമൃതയുടെ മുറച്ചെറുക്കനാണ് കൊല്ലപ്പെട്ട അവിനാശ്. കൊല ചെയ്ത ശേഷം അമൃത പോലീസിൽ കീഴടങ്ങിയായിരുന്നു. നിറഞ്ഞു തുടങ്ങിയ കണ്ണുനീർ അവന്റെ കാഴ്ചയെ മറച്ചു. ഒരു താങ്ങിനായി ജോൺഫിയുടെ കൈകളിൽ പിടുത്തമിട്ടു. ശേഷം ഹൃദയം പൊട്ടുമാറൊരലർച്ചയായിരുന്നു. ഭിത്തിയിലൂടെ ഊർന്നിരുന്നു അനന്തു. മേഘക്കെട്ടിനുള്ളിൽ പറന്നുയരുമ്പോഴും കാർമേഘം ഉരുണ്ടുകൂടിയിരുന്നു. അവന്റെ മനസ്സിനുള്ളിൽ 1000 ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. സങ്കടവും ദേഷ്യവും അവന്റെ ഉള്ളിൽ സമ്മിശ്രമായി ഉരുണ്ടുകൂടി. ഇടക്ക് പുറത്തേക്ക് വിടുന്ന ദീർഘനിശ്വാസങ്ങൾ അവന്റെ ഉള്ളിലെ പിരിമുറുക്കെ എടുത്തു കാണിച്ചു. ഇരുവശങ്ങളിൽ ഇരുന്നവർ ആശ്വാസവാക്കുകളിലൂടെയും തലോടലിലൂടെയും അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരച്ഛൻ ഒരിക്കൽ പോലും കാണാത്ത മകളെ ഓർത്ത് നെഞ്ചുപിടഞ്ഞ് സ്വയം ശപിച്ച് ആരും കാണാതെ കണ്ണുനീരൊപ്പി. മംഗലത്തുകാരുടെ പ്ലൈവുഡ് കമ്പനിയുടെ ബേസ്മെന്റിലാണ് അവിനാശിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നെഞ്ചിലും വയറിലുമായി 35ഓളം കുത്തുകൾ ഏറ്റിട്ടുണ്ട്. അമൃതയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞതും നേരെ അങ്ങോട്ടേക്കാണ് അവർ പോയത്. കമ്പനിയുടെ ഗേറ്റിന് മുമ്പിൽ കാർ നിർത്തി ജോൺഫിയാണ് ആദ്യം ഇറങ്ങിയത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം അവൻ നേരെ അവരുടെ അടുത്തേക്ക് പോയി. ആനന്ദു, ഇറങ്ങ്, അമൃതയായിട്ട് പോലീസിൽ പോരും, നിനക്ക് കാണണ്ട അവളെ. കണ്ണുകളടച്ച് സീറ്റിൽ ചാരി കിടക്കുകയാണ് അവൻ. ഉള്ളിൽ ഇപ്പോൾ ഒരു കടലിളകി മറിയുന്നുണ്ടെന്ന് ജോൺഫി അറിയുന്നുണ്ടായിരുന്നു. മോനെ, എഴുന്നേക്ക്. എന്തോ നേരിടാനുള്ള ശക്തി മനസ്സിന് വേണം. അവൾക്ക് പറയാനുള്ളത് കേൾക്കാം. അത് പറഞ്ഞത് അവളുടെ അച്ഛനായിരുന്നു, കുരിശ് വീട്ടിൽ എബ്രഹാം ജോൺ എന്ന ചിത്രകാരൻ. അയാൾ അവനെയും വിളിച്ച് ചേർത്ത് പിടിച്ച് കാറിൽ നിന്നിറങ്ങി. അവളൊരു കൊലപാതക ആയതിലല്ല അപ്പച്ച എനിക്ക് സങ്കടം. എൻ്റെ പെണ്ണിനെ കീറിയില്ലേ, നൊന്ത് കാണില്ലേ, പേടിച്ചിട്ടുണ്ടാവില്ലേ, യാചിച്ചിട്ടുണ്ടാവില്ല, ആ പാവം അലറി കരഞ്ഞിട്ടുണ്ടാവില്ലടാ എൻ്റെ പെണ്ണ്. അത് പറഞ്ഞതും അവൻ ജോൺഫിയെ നോക്കി. ഞാൻ കൊല്ലുമായിരുന്നില്ലേ അവനെ, പേ പിടിച്ച അവളെന്തിനാ? അത്രയും പറഞ്ഞ് അവൻ അലറി കരഞ്ഞു. കണ്ടു നിന്നവർക്ക് പോലും വേദന തോന്നി. അവനെ ചേർത്ത് പിടിച്ചു എബ്രഹാം. ആളുകൾ കൂവി വിളിക്കുന്നുണ്ട്. പ്രമുഖ ചാനലുകാരുടെ ബഹളം കേട്ട് മുഖമുയർത്തി നോക്കി അനന്തു കണ്ടു അമ്മുവിനെ. ഒരു പതർച്ചയുമില്ലാതെ പോലീസുകാരുടെ കൂടെ മുഖമുയർത്തി വരുന്നവളെ. ഓടുകയായിരുന്നു അവൻ അവൾക്കരിയിലേക്ക്. ജോൺഫിയും എബ്രഹാമും തടയാൻ നോക്കിയെങ്കിലും ആളുകൾക്കിടയിലൂടെ ഓടി അവൻ ആഞ്ഞു പുൽകിയിരുന്ന അവളെ. ഇനി ഒരിക്കലും കൈവിടില്ലെന്ന പോലെ പോലീസ് അവൻ അവളിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മുട്ടി മോളെ, എന്തിനാ? അവ ശരിയില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പറയുമ്പോൾ അവളുടെ പിടുത്തം ഒന്നുകൂടി മുറുക്കിയിരുന്നു അനന്തു. വിട പറയുകയും ഒരു തള്ളുമായിരുന്നു അവനെ. അവൾ ഒന്ന് പുറകിലേക്ക് വേച്ചുപോയി തകർന്ന മനസ്സോടെ അവളെ നോക്കിയവൻ. ആ മുഖത്തെ ഭാവം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല അവന്.
നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ തൊടാൻ? അതും പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് മുന്നോട്ട് നടന്നു. അമൃത, എന്താണ് പറ്റിയെന്നെങ്കിലും എന്നോട് പറ മോളെ. അവൻ രണ്ടു തോളിലും പിടിച്ചു നിർത്തി അവളെ. എനിക്ക് അവനെ മടുത്തു, അതുകൊണ്ട് അവനെ കൊന്നു. ഇനി എന്താ നിനക്ക് അറിയേണ്ടത്? ഒരു പുച്ഛത്തോടെ അതും പറഞ്ഞ് അവനെ നോക്കാൻ മുന്നോട്ട് നടന്നു അവൾ. അവളുടെ ഓരോ വാക്കുകളും കേൾക്കെ അവന്റെ ഹൃദയത്തിൽ ചോര പിടിച്ചുകൊണ്ടിരുന്നു. മോളെ, ആ വിളിയിലൊന്ന് നിന്നു അവൾ. ഓ, നിങ്ങളാണ് എൻ്റെ അച്ഛൻ. കണ്ടല്ലോ മകളെ, ഇനി നിങ്ങൾക്ക് പോവാം. അമൃത തന്തയില്ലാത്തവളാ, അങ്ങനെ മതി, സഹതാപം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാമുകി പോയി കണ്ടോളൂ, ചാവാറായി കിടപ്പുണ്ട് അവിടെ ചെന്ന് കാണിച്ചാൽ മതി ഈ കണ്ണുനീര്. ജീപ്പിലേക്ക് കയറുമ്പോൾ അടുത്തുനിന്ന് ഒരു വനിതാ കോൺസ്റ്റബിളിനോട് അവൾ പറഞ്ഞു. ആ നിൽക്കുന്നവരോട് പറയണം എനിക്ക് ആരെയും കാണണ്ടെന്ന്, എന്നെ കാണാനായിട്ട് അങ്ങോട്ട് ആരും വരേണ്ടെന്ന്. അതും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കുന്നവരെ പുച്ഛത്തോടെ നോക്കി ജീപ്പിൽ കയറി തല ഉയർത്തിയിരുന്നു അവൾ. ഇതെല്ലാം കണ്ട് മരവിച്ച മനസ്സോടെ അവനും. തണുത്ത ആ പെട്ടിക്കുള്ളിൽ ആരുടെയൊക്കെയോ വരവിനായി മരവിച്ച് കിടന്നു ആ അമ്മ. ആ പെട്ടിക്ക് മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പിക്കൊണ്ടിരുന്നു അയാൾ. മാപ്പ് ലച്ചു, മാപ്പ്. തനിച്ചാക്കി പോയതിന് നിന്റെ കാൽക്കൽ വീണ് ക്ഷമയോദിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ മോൾ എല്ലാം പോയടി. പറഞ്ഞുകൊണ്ടിരിക്കെ തളർന്ന് വീണുപോയ അയാളെ താങ്ങി പിടിച്ച് ജോൺഫി. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഭിത്തിയിൽ ചാരിയിരുന്നു അനന്തു. അവനെ ചാഞ്ഞ് ദേവവും ജാനകിയമ്മയും. മകന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന അനന്തുവാണ്. മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഇല്ലായിരുന്നു. അവിനാശിന്റെ കർമ്മങ്ങളും അന്ന് തന്നെയായിരുന്നു. ചിതയിൽ വെക്കുന്നതിന് മുമ്പ് പോലീസ് അമൃതയെ കൊണ്ടുവന്നിരുന്നു. ഒന്ന് കരയുകയോ പതറുകയോ ചെയ്യാതെ നോക്കുക മാത്രം ചെയ്തു. ചിതയിൽ വെക്കുന്നതിന് മുമ്പ് നിൽക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ച കാരണം പോലീസ് അവളെ തിരികെ കൊണ്ടുപോയി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കുറ്റം സമ്മതിച്ചതിനാൽ കോടതി അവളെ സബ് ജയിലിലേക്ക് അയച്ചു. അമൃതയുടെ അച്ഛൻ എബ്രഹാമും അനന്തവും ചേർന്ന് വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ അവൾ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. കോടതി വളപ്പിൽ വെച്ച് മഹാദേവൻ അമൃതയെ കണ്ടതും അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്റെ മോനെ കൊന്നിട്ട് നീ ഇവനുമായിട്ട് സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട, തീർക്കും നശിച്ചവളെ ഞാൻ നിന്നെ. പോലീസ് അയാളെ പിടിച്ചു മാറ്റുമ്പോൾ ഒരു പുച്ഛ നിറഞ്ഞ ചിരിയോടെ നോക്കി അവൾ. അപ്പോഴും അയാൾ മനസ്സിലെന്തൊക്കെയോ കരുതി വെച്ചിരുന്നു. അവനെയും കടന്ന് പോലീസുകാർക്കൊപ്പം പോകുന്ന അവളെ കയ്യിൽ പിടുത്തമിട്ടു അനന്തു. അപ്പോൾ തന്നെ കുതിരിച്ചു അവൾ കൈ. അമൃത, എനിക്കൊന്ന് സംസാരിക്കണം, വാ. അവന്റെ സ്വരമിടറിയിരുന്നു. ആദ്യം താൻ പറഞ്ഞ വാക്ക് പാലിക്കും. എനിക്ക് നിന്നിലും ഡിവേഴ്സ് വേണം, അതിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. പിന്നെ ദയവ് തന്നെ കാണാൻ വരരുത്. എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാൽ, എന്നിട്ട് പിന്നെയും നാണം കിട്ട്. അതിനെങ്ങനെയാ? നിനക്ക് ആര് പെണ്ണ് തരാനല്ലേ? അവൾ അത്രയും പറഞ്ഞിട്ട് തിരിച്ചൊന്നും പറയാൻ നിൽക്കുന്നവനെ കണ്ടു. ജോൺഫിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ അടിക്കാനായി കൈ ഉയർത്തിയതും അനന്തവന്റെ കൈ തടഞ്ഞു. അവൾ അവനെയും നോക്കി ജീപ്പിലേക്ക് കയറിയിരുന്നു. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി. ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ മഴ ഭൂമിയിലേക്ക് പതിച്ചതും അനന്തുവിന്റെ കണ്ണുനീരിനെ ആ മഴത്തുള്ളികൾ മറച്ചു. മതിയടാ നീറിയത്. അവളെ പോലുള്ള ഒരു അഹങ്കാരിക്ക് വേണ്ടി നിനക്ക് ഭ്രാന്തുണ്ടോ അനന്തു? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വേണ്ടടാ, ഇനി നിനക്ക് അവളെ പോലെ വൃത്തിയിട്ടതിനെ വേണ്ട. ഒന്നും മിണ്ടാതെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് ജോൺഫിയെ. ശേഷം അവൻ നടന്നു. തകർന്നു പോകുന്നവനെ ഒരു വേദനയോടെ നോക്കി നിന്നു ജോൺഫിയും എബ്രഹാമും. ജയിലിൽ അവളെ കാണാൻ എബ്രഹാം മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ അവൾ എതിർത്തുവെങ്കിലും പിന്നീട് അവൾ എതിർത്തില്ല. അനന്തു ഒരിക്കൽ പോലും പോയതേയില്ല. ആ സംഭവത്തിന് ശേഷം തന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തി അവളെ. 7 മാസം ശിക്ഷ അനുഭവിച്ച അമൃത സാഹചര്യ തെളിവുകൾ അവൾക്ക് അനുകൂലമായിരുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ കൊലയും അവൾക്ക് മേലെയുണ്ടായ പീഡനവും ഒരു ഇര എന്ന നിലയിലും ശിക്ഷയിൽ നിന്ന് അവളെ കോടതി വെറുതെ വിട്ടു. ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു ആ അച്ഛൻ. പഴയ തന്റെ ഇടവും വീര്യവും കാണാൻ കഴിഞ്ഞിരുന്നില്ല അവളിൽ അയാൾക്ക്. ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി അമൃത. മോളെ, 11 മണിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അവരങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അവിടെ പപ്പയുടെ ഒരു തറവാടുണ്ട്. അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മ കാത്തിരിക്കുക കൊച്ചുമോളെ കാണാൻ. അയാൾ പറയുന്നതിനെല്ലാം അവൾ മോളുക മാത്രം ചെയ്തു. കാറ് പോയി നിന്നും അവളൊന്ന് തലയുയർത്തി നോക്കി. കുടുംബ കോടതി എന്നെഴുതിയ ബോർഡിലേക്ക് ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞ ചിരിയുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഡോർ തുറന്നിറങ്ങി അയാൾ നാലുപാട് നോക്കി. കണ്ണുകൾ വിടർന്നു കൈ കാണിച്ച് വിളിച്ചു. മോനെ അനന്തു. അയാളിൽ നിന്ന് ആ പേര് ചെവിയിൽ പറഞ്ഞതും കണ്ണുകൾ ഇറുക്കി അടച്ചു അമൃത. വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തെ ഒരു ദീർഘനിശ്വാസത്തോടെ തടഞ്ഞു നിർത്തി. മുഖത്ത് നോവിന് പകരം അഹങ്കാരത്തിന്റെ മൂടുപടമണിഞ്ഞു. ചുണ്ടിൽ ധാർഷ്ട്യം നിറഞ്ഞ പൂച്ചച്ചിരി വിരിയിച്ചു. അവനിലേക്ക് അടുക്കാൻ വെമ്പുന്ന കാലടികളെ പിടിച്ചു നിർത്തി. കാണാൻ കൊതിച്ച ആ മുഖം കാണാനായി നോവാർന്ന ചിരിയോടെ തിരിഞ്ഞു നോക്കി. അച്ഛനോടും ജോൺഫിനോടും ചിരിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കുന്നവനെ നിറമിഴികളോടെ നോക്കി. കാലുകൾക്ക് വേഗത കൂടി. ഒരു നിമിഷം എല്ലാം മറന്നിരുന്നു അമൃത. ആ അനന്തു, ഇവിടെ നിൽക്കുവാണോ? നിങ്ങളുടെ കേസ് വിളിക്കാറായിട്ടുണ്ട്, സൈൻ ചെയ്താൽ മതി. അമൃത വന്നോ? അനന്തുവിന്റെ വക്കീലായിരുന്നു അത്, വാണി വിശ്വനാഥ്, അനന്തുവിന്റെ ക്ലാസ്മേറ്റ്. വാണിയുടെ ചോദ്യത്തിന് ഉത്തരമായി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അമൃതയായിരുന്നു. ആ നോട്ടം അവളിൽ ഉടക്കിയതും അവളുടെ നെഞ്ചൊന്ന് വിലങ്ങി, ഹൃദയം തുടികൊട്ടി. വീണ്ടും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാണിയുടെ കൂടെ തന്നെയും കടന്നു പോകുന്നവനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു അമൃത. പരസ്പര ധാരണയോടുകൂടിയ ഡിവോഴ്സ് കോടതി അംഗീകരിച്ച് സൈൻ ചെയ്യുമ്പോൾ വിറച്ചിരുന്നില്ല അവിടെ വിരൽത്തുമ്പുകൾ പോലും.
നിറഞ്ഞ മനസ്സോടെ സൈൻ ചെയ്തു. ശേഷം ചിരിയോടെ അകന്നു പോകുന്നവരെ നോക്കി നിന്നു അമൃത. പോകാം മോളെ, ഇപ്പൊ പോയാൽ നേരത്തെ ചെല്ലാം. തോളിൽ അച്ഛന്റെ കൈ പതിഞ്ഞതും ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി. AC ഓൺ ചെയ്ത ശേഷം ഡോർ അടച്ചു. മതി മോളെ, ഇനിയെങ്കിലും ഒന്ന് കരയ്, ഇല്ലെങ്കിൽ നെഞ്ചു പൊട്ടിപ്പോവിന്റെ കുഞ്ഞിന്റെ. എബ്രാം അത് പറഞ്ഞ് ചേർത്ത് പിടിച്ചവും വലിയൊരു അലർച്ചയോടെ നെഞ്ചിലേക്ക് വീണു. ആ കാറിനുള്ളിൽ അവിടെ എങ്ങനെകൾ പുറത്തേക്ക് പോവാനാവാതെ ശ്വാസം മുട്ടി. ആ അച്ഛന്റെ മാറിലേക്ക് കണ്ണുനീർ ഒഴുക്കി വിട്ടു അവൾ. ഇത്രയും നെഞ്ചു നേറി എന്തിനാ മോളെ ഈ ത്യാഗം ചെയ്യുന്നത്? ഞാൻ പറയാം അവനോട്, അവനെ നിനക്ക് അറിയാഞ്ഞിട്ടാ. അവൻ നല്ല പയ്യനാ, അവൻ്റെ ഉള്ളു നിറച്ചു നെയ്യാണടാ. വേണ്ട പപ്പ, ഞാൻ ചേരില്ല, എനിക്ക് അവകാശമില്ല. ഈ അമ്മു ചേരില്ല. ഏങ്ങലടിയുടെ ഇടയിലൂടെ വാക്കുകൾ മുറിഞ്ഞ് ശ്വാസഗതി കൂടി. അങ്ങനെ പറയില്ലേടാ, എൻ്റെ മോള് തെറ്റുകാരിയല്ല, നീയാണ് ശരി. വേണ്ട, ആ വലിച്ചെറിഞ്ഞ ചണ്ടിയായി അമ്മു, ചീഞ്ഞ് നാറുന്നവള്. ഞാൻ ചേരില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നാണം കെടുത്തിയിട്ട് ആ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത പറഞ്ഞു. എന്തിന് ഞാൻ അടിച്ചു. എന്നിട്ട് എന്നെ മാത്രം മനസ്സിലിട്ട് കൊണ്ടുനടക്കുന്ന ആ പാവത്തിന് തിരിച്ചു കൊടുക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല പപ്പ. അവൾ വിതുമ്പി. ഞാൻ ആട്ടി പായിച്ചിട്ടുണ്ട്, നിറത്തിൻ്റെ പേരിൽ കളിയാക്കി അറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൊതിക്കുന്നു പപ്പ, ആ മാറിലൊന്ന് വീണ് പൊട്ടിക്കറിയാൻ, അവൻ്റെ ഓരോ ഹൃദയതാളവും കേൾക്കാൻ, ഈ അമൃതയുടെ ജീവനാണ് തീർച്ചയായും എന്ന് പറയാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ. പക്ഷെ വേണ്ട, ആവില്ല എനിക്ക്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ ശരീരവും മരിച്ചുപോയ മനസ്സില്ലാതെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക പപ്പ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞതും തളർന്നു പോയിരുന്ന അവൾ ശേഷം ഒരു കിതപ്പോടെ ആ മടിയിലേക്ക് ചാഞ്ഞു. കണ്ണുകൾ അടഞ്ഞുപോയി. ആ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ അവളുടെ കവിളിൽ പതിച്ച് ഒന്നായി ഒഴുകി. അനന്ത് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മറത്ത് അമ്മയും ദേവു അവനെ കാത്തു നിന്നിരുന്നു. ഏട്ടാ, അമ്മയെടുത്തി കണ്ടോ? എന്തു പറഞ്ഞു? ദേവു അവനെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനൊരു നോവാർന്ന ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. എന്തു പറയാ, ഡിവോഴ്സ് കഴിഞ്ഞു, അവള് പോയി. അതും പറഞ്ഞ് അവരെ നോക്കാതെ അകത്തേക്ക് പോയി. പിന്നെ എന്തോ ആലോചിച്ച പോലെ തിരിഞ്ഞു നിന്നു. ഇന്ന് വൈകുന്നേരം വാണി ഇങ്ങോട്ട് വരും, കൂടെ ജോൺഫിയും കാണും. ചെറിയൊരു ഡിന്നർ പാർട്ടി. അവൾ പോയതിൻ്റെ ആഘോഷമായിരിക്കുമല്ലേ? എൻ്റെ മോൻ ഒത്തിരി മാറിപ്പോയി. ഈ 7 മാസം കൊണ്ട് പുതിയ ബന്ധങ്ങളും. പറയുമ്പോൾ ആ അമ്മയുടെ ശബ്ദമിടറി. തിരിഞ്ഞ് അവരെ നോക്കിയൊന്ന് ചിരിച്ചു അവൻ. മാറ്റങ്ങൾ ആവശ്യമാണ് അമ്മേ, പുതിയ ബന്ധങ്ങളും. പഴയതെല്ലാം മറന്നു ചെയ്യാനെന്തു. ഇനി ആരും ഒന്നും ഓർപ്പിക്കാനായിട്ട് നിൽക്കണമെന്നില്ല. അവളുടെ പേര് പോലും ഇനി ഇവിടെ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. അതും പറഞ്ഞ് അവരെ നോക്കിയിട്ട് മുറിയിലേക്ക് കയറി അവൻ വാതിലടച്ചു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. വസീം അക്രം നമ്മുടെ ചാനലിൽ ഒരുപാട് മനോഹരമായ കഥകൾ തന്നിട്ടുള്ള എഴുത്തുകാരനാണ്. തീർച്ചയായിട്ടും വസീം അക്രം എന്ന എഴുത്തുകാരനെ വളർത്തിയത് നിങ്ങൾ തരുന്ന കമൻറ്റുകളാണ്. ഇദ്ദേഹത്തിൻ്റെ കഥയുടെ ചുവട്ടിൽ നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ പലതും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട്. ചില കമൻറ്റുകൾ വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പലതും അദ്ദേഹം അത് സ്റ്റാറ്റസും സ്റ്റോറീസൊക്കെ ഇടാറുണ്ട്. ആദ്യ കഥകളിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിരുന്നു. ഞാൻ വസീം അക്രമിനെ പേഴ്സണലായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓരോ കഥ എഴുതുമ്പോഴും അദ്ദേഹം ഒരുപാട് മെച്ചപ്പെട്ടു വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന മറ്റൊന്നുമില്ല, നിങ്ങൾ എഴുതുന്ന കമൻറ്റുകൾ അദ്ദേഹത്തിനും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഊർജ്ജം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഥയുടെ പോസിറ്റീവും നെഗറ്റീവും നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഈ കഥയുടെ അത്യന്തം ആകാംക്ഷ നിറഞ്ഞ മനോഹരമായ ഭാഗം അമ്മുവും അനന്തവും ഒരുമിക്കുമോ? എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? എല്ലാം നാളെ നമുക്കറിയാം. താങ്ക്സ് ടു ഓൾ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.